നമസ്കാരം. എല്ലാവർക്കും നീൽസ് അക്കാദമിയുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ ഫ്രീ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ തുടങ്ങല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ഇതിന്റെ സിലബസ് മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്താണ് ഈ ജോബ് ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്താണ്, ഇതിനെ കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് പറയൂ, എന്താണ് ഈ ജോബ്, അല്ലെങ്കിൽ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്? ഫിംഗർ പ്രിന്റ്. കാരണം മെജോറിറ്റി ആളുകൾക്കും ഇത് ഈ പോസ്റ്റ് ഫസ്റ്റ് ടൈം കേൾക്കുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണോ അതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു കോമൺ ഒരു ബേസിക് ലെവലാണ് ഇപ്പൊ പറയുന്നത്. പറയൂ. ഒരാൾ കമന്റ് ചെയ്തു പോലീസ്. ഓക്കെ, വേറെ എനിബഡി? അതെ, ശബ്നം. യെസ്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു വിങ് തന്നെയാണ് എന്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവിടെ ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ടീം എത്തുമെങ്കിലും മെയിൻ അല്ലെങ്കിൽ റോൾ വഹിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് എന്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ് വിഭാഗക്കാർ, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഫോറൻസിക് അത് വേറെ വിങ് ആണ്, പല വിങ്ങുകൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ പോലീസിലെ അത്യാവശ്യം നല്ല ഗ്ലാമർ ജോബ് തന്നെയാണെന്ത് ഈ വിരലടയാള വിദഗ്ധർ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ച് നല്ല പോസ്റ്റ്. ഓക്കെ, നിങ്ങൾ PG കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ ഒക്ടോബർ ലാസ്റ്റിൽ നവംബറിൽ നമുക്ക് എക്സാം വരുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സയന്റിഫിക് ഓഫീസർ. ഇതിൽ അത് ക്വാളിഫിക്കേഷൻ MSc ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി അല്ലെങ്കിൽ ലൈഫ് സയൻസ് ഇത് പഠിച്ച ആളുകൾക്കുള്ളതാണ്. ആ എക്സാം ഈ അടുത്ത് വരുന്നുണ്ട്, വിളിച്ചിട്ടുണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പോസ്റ്റ് ആണ്. അതേപോലെ ഒരു അടിപൊളി ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ് എന്ത് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എന്നുള്ള പോസ്റ്റ്. ഇതിനു മുമ്പ് വിളിച്ചത് എന്താണെന്നറിയോ? ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നിട്ട് കാര്യങ്ങളെ പോയി വെച്ചിട്ടാണ്. പറയൂ, ലാസ്റ്റ് വിളിച്ചത് എന്നാ? അല്ലെങ്കിൽ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ആവശ്യമാണ്? ഇപ്പൊ നിങ്ങൾക്ക് അറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അപ്പൊ ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് വേണോ, വേറെ വല്ല കാര്യങ്ങൾ, അതൊക്കെ ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ. പൊതുവെ നമ്മളെ ഒരു CPO ആവട്ടെ അല്ലെങ്കിൽ SI തുടങ്ങിയ എന്ത് യൂണിഫോം പോസ്റ്റിലേക്കാണെങ്കിലും നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് ഒരു മെയിൻ കടമ്പയാണ്. അപ്പൊ നമുക്ക് ഇതിന് ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോ അറിയോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയൂ. ഹലോ, പറയൂ. എനിബഡി? നിങ്ങൾ മൈക്ക് ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല സർ. ഓക്കെ, അടുത്തത് ആർക്കെങ്കിലും അറിയോ ഇതിനെ കുറിച്ച്? എന്തെങ്കിലും ധാരണ ഉണ്ടോ? പറഞ്ഞോളൂ, ഇതിന് മടിക്കൊന്നും വേണ്ട, പറഞ്ഞോളൂ. ഫിസിക്കൽ ടെസ്റ്റ് ഇല്ലല്ലോ, അത് കണ്ണിന്റെ ടെസ്റ്റ് പാസ്സായത് പോരെ? അതെ, കണ്ണിന്റെ ടെസ്റ്റ് പാസ്സാകാൻ മീൻസ് ഇതിന് ബേസിക്കായി നമുക്കറിയാം ഇതില് വിഷൻ അത്രയും ഇമ്പോർട്ടന്റ് ആണ്, അല്ലേ? അതായത് അത് നമുക്ക് ഏതായാലും അതിന്റെ നോട്ടിഫിക്കേഷനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷനിൽ തന്നെ ഒരു മെയിൻ ആയിട്ട് കൊടുത്തൊരു കാര്യമാണ് എന്ത് നമ്മുടെ കാഴ്ചനെ പറ്റി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഡീറ്റെയിൽ ആയിട്ട് ആ നോട്ടിഫിക്കേഷൻ നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, അതായത് കാഴ്ച പരിമിതി ഉള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡൈ, അല്ലെങ്കിൽ നമ്മുടെ സ്പെക്സ് വെക്കുന്ന ആളുകൾക്കൊക്കെ മേ ബി, അല്ലെങ്കിൽ വർണ്ണാന്തത തുടങ്ങിയ രോഗങ്ങളുള്ള ആളുകൾക്കൊക്കെ മേ ബി എന്നല്ല, അവർക്ക് ഇതിന് ഈ ജോബിന് പറ്റില്ല. അത് പ്രത്യേകം അതിൽ കൊടുത്തിട്ടുണ്ട്. എത്ര ദൂരപരിധി, അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ് എത്ര, അല്ലെങ്കിൽ ലോങ് സൈറ്റ്, അല്ലെങ്കിൽ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് സിലബസ് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. പിന്നെ അപ്പൊ ഫിസിക്കൽ വേണോ വേണ്ടെന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ എന്നുള്ളത് ഇതിനെന്തില്ല, ഫിസിക്കൽ ഇല്ല. ഓക്കെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ പോലും നമ്മുടെ സയന്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ്, അതേപോലെ ഫിംഗർ പ്രിന്റ് സെർച്ചർ, ഈ പോസ്റ്റിന് എന്തില്ല, ഫിസിക്കൽ ഇല്ല. ആ പ്രത്യേകം നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടി. അതായത് ആർക്കും ഇനി എഴുതാലോ. മറ്റേത് നമ്മൾ ഹൈറ്റിന് ഒരു പ്രശ്നം, കുറെ പേർക്ക് ഹൈറ്റ് കുറഞ്ഞ പേരിൽ യൂണിഫോം പോസ്റ്റ് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. പക്ഷെ അവർക്കൊക്കെ പറ്റിയ ഒരു ജോബാണെന്ത് നമ്മുടെ FPS അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ച്. ഞാൻ ജസ്റ്റ് ചുരുക്കി FPS എന്ന് പറയുന്നുണ്ട്, അതിന് മാറിപ്പോണ്ട. IPS അല്ല, FPS.
ജസ്റ്റ് ഇങ്ങനെ കോഡൊന്നുമില്ല, എന്നാലും ജസ്റ്റ് നമുക്ക് അറിയാൻ വേണ്ടി ഇനി മുതൽ ഞാൻ ആ കീവേഡാണ് യൂസ് ചെയ്യാം. ഓക്കെ, മാറിപ്പോണ്ട. അതുപോലെ സയന്റിഫിക് ഓഫീസർ എന്നുള്ളതിന് ഫിസിക്സ് എന്നൊക്കെയാണ് SOP എന്നൊക്കെ പറയും. ജസ്റ്റ് അങ്ങനെ സ്റ്റാൻഡേർഡ് പേരൊന്നും ഇല്ല കേട്ടോ, ഇനി അങ്ങനെ പറയും. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ ഫിസിക്കൽ വേണ്ട, മനസ്സിലായി. ഇനി അടുത്തത്, നമുക്കിതിന് ട്രെയിനിങ് ഉണ്ടാവോ? ഇപ്പൊ ജോലി നിങ്ങൾ എക്സാം എഴുതി, അല്ലെങ്കിൽ ഇതിന് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ടോ? ഇതിന്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ് എങ്ങനെയാണെന്ന് അറിയോ? നിങ്ങൾ എക്സാം എഴുതി, പിന്നെ മെഡിക്കൽ ടെസ്റ്റ്, എന്തായാലും സർട്ടിഫിക്കറ്റ് റാങ്ക് ലിസ്റ്റ് വരും. ദെൻ എന്താ പറയാ, വെരിഫിക്കേഷൻ, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന്റെ കൂട്ടത്തിൽ കാഴ്ച പ്രത്യേകം, അതായത് ഒരു മെഡിക്കൽ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ സർട്ടിഫൈഡ് കാര്യങ്ങൾ, നമുക്ക് കാഴ്ച പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് തെളിയിക്കുന്ന രേഖകൾ എന്താ സബ്മിറ്റ് ചെയ്യണം. പിന്നെ വേറെ ഫിസിക്കൽ ഇല്ല എന്ന് പറഞ്ഞു. ദെൻ ഇതിന് ഇന്റർവ്യൂ ഉണ്ടോ? അതറിയില്ല ഇന്റർവ്യൂ ഇല്ല. നിലവിൽ ഇതിന് അങ്ങനെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. പ്രത്യേകിച്ച് ഇന്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവാറില്ല. മേ ബി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ SI ടെസ്റ്റ് ഇതിനൊക്കെ ഇന്റർവ്യൂ വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഇതിൽ എന്ത് ചെയ്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്നാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ വെക്കാത്ത റീസൺ എന്തായിരിക്കും? കാരണം ഇത് എഴുതുന്ന ആളുകൾ മെജോറിറ്റി കുറവാവില്ലേ, അല്ലേ? ഇതിന്റെ പ്രത്യേകം ക്വാളിഫിക്കേഷൻ എന്താ? ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി, അല്ലേ? അതായത് ഡിഗ്രി തലത്തിൽ ഫിസിക്സോ അല്ലെങ്കിൽ കെമിസ്ട്രിയോ പഠിച്ച ആളുകൾക്ക് മാത്രമേ ഈ എക്സാം എഴുതാൻ പറ്റുള്ളൂ. ആലോചിച്ച് നോക്കുക, ഇത് നോർമൽ ഇപ്പൊ SI മറ്റ് പോലീസ് ടെസ്റ്റുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് ജനറൽ PSC ആണെങ്കിൽ അതിൽ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞാൽ ആർക്കും എഴുതാം. ഓക്കെ, അത് സയൻസ് വിഷയങ്ങൾ തന്നെ അല്ലെങ്കിൽ ആർക്കും എഴുതാം. BA കാരനും എഴുതാം, BSc കാരനൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ ഈ എക്സാം BSc എല്ലാ BSc കാർക്ക് പോലും പറ്റൂല. ആർക്ക് മാത്രമേ പറ്റുള്ളൂ? BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി. പിന്നെ അതിന്റെ തത്തുല്യ യോഗ്യത പറയുന്നുണ്ട്. എന്താണെങ്കിലും BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രിക്കാർക്ക് എന്തായാലും പറ്റും. പിന്നെ ഒരു കാര്യം, ഇതിൽ സബ് നമ്മളിപ്പോ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മാത്സ് വേറെ വിഷയങ്ങൾ എടുത്ത ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ആ ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ പറയൂ. പറയൂ. ഉണ്ടോ? അതായത് നമ്മൾ സബ് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ടോ? അത് അതായത് ഇതില് ചില ആളുകൾ കാണുന്നില്ലല്ലോ. ഡിഗ്രിന്റെ കൂടെ BSc ഫിസിക്സിന്റെ കൂടെ കമ്പ്യൂട്ടർ പഠിച്ചിട്ടുണ്ടാവും, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് ഇത് പ്രശ്നം വരുമോ? ഹലോ, മൈക്ക് അൺമ്യൂട്ട് ചെയ്യൂ. ഹലോ, നാളെ ഓക്കെ ആയി കഴിഞ്ഞാൽ മറ്റൊന്ന് സാധനം കിട്ടും. പക്ഷെ ഒറ്റ ദിവസം പണിയേണ്ടത്. ഞാൻ ചോദിച്ചത് മനസ്സിലായോ? അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യൂ. അതായത് ഇതിന് സബ് എന്തെങ്കിലും പ്രശ്നം വരുമോ? അങ്ങനെ കുറെ പേർക്ക് ഡൗട്ടുകൾ ഉണ്ടാവും. അതായത് സബ് ഞാൻ കെമിസ്ട്രി പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ കമ്പ്യൂട്ടറാണ് എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പ്യൂട്ടറാണ് പഠിച്ചത്, അങ്ങനത്തെവർക്ക് പ്രശ്നം ഉണ്ടോ? ഇല്ല. പ്രത്യേകം ഓർക്കുക, നിലവിൽ ഈ എക്സാമിന് അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് സബ് ഇത് പഠിക്കണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് പഠിച്ചാലും കുഴപ്പമില്ല. BSc ബിരുദായ BSc ഫിസിക്സ് ആണോ അല്ലെങ്കിൽ കെമിസ്ട്രി, അതാണ് നമുക്ക് ആദ്യം വേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ തത്തുല്യ യോഗ്യത. ഓക്കെ, അപ്പൊ അവർക്ക് ഈ എക്സാം എഴുതാന്ന് പറഞ്ഞു. അപ്പൊ ക്വാളിഫിക്കേഷൻ ആയി. ഇനി നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് പോവാം. ആദ്യം അതിനു മുമ്പ് ഇതിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയോ? അത് പറയണോ, അതോ ഡയറക്റ്റ് നോട്ടിഫിക്കേഷനിൽ പോയാൽ മതിയോ? കാരണം എന്താ വെച്ചാൽ ഇതിനെ കുറിച്ച് ഒരു ടോട്ടൽ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ഔട്ട്ലൈൻ ആണ് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇതിന്റെ സിലബസിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ എന്താണ് ഈ വിങ്, ഓക്കെ, ഈ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നുള്ളത് എന്താണ്, അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി ആണെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും ഇതെന്താ സംഗതി എന്നുള്ളത്. അല്ലെങ്കിൽ ഇത് വെറുതെ ഒരു റാൻഡായിട്ട് കേട്ടൊരു പേര് മാത്രമായി മാറുമല്ലോ. ഇതിനെ കുറിച്ച് ധാരണ ഉണ്ടോ? അതോ അതിനെ കുറിച്ച് പറയണോ? പറയൂ. ഒന്ന് ഔട്ട്ലൈൻ പറഞ്ഞുതരോ സർ? എങ്ങനെ? ആ ഹിസ്റ്ററി ഒന്ന് ചെറുതാക്കി ഒരുപാട്. ഓക്കെ, അതെ, സിലബസ് നമുക്ക് എല്ലാവർക്കും നോക്കിയാൽ മനസ്സിലാവും എന്താണെന്നുള്ളത്. നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുമ്പോൾ PSC സൈറ്റിൽ നോക്കിയാൽ കിട്ടുമല്ലോ. അതിൽ പറയാം. അപ്പൊ ആദ്യം അതിന്റെ ജസ്റ്റ് ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്,
ഇത് എന്താണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തന്നെയാണല്ലോ അല്ലേ? അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടർ തന്നെ നമ്മുടെ സയന്റിഫിക് ആയിട്ട് കുറ്റം തെളിയിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഒരു വിഭാഗം തന്നെയാണത്, അല്ലെങ്കിൽ ശാസ്ത്ര അന്വേഷണ വിഭാഗമാണ് ഏത്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മളിവിടെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു FPS ആയിട്ട് കിട്ടുന്ന ആള് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ചറായി കിട്ടുന്ന ജോലി കിട്ടുന്ന ആള് വർക്ക് ചെയ്യുന്നത് ഏത് ബ്യൂറോയിലാണ്? ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന്റെ നമ്മുടെ കേരള പോലീസിന്റെ സൈറ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, ജസ്റ്റ് അതൊന്ന് കാണിക്കാം. അത് നിങ്ങൾക്കൊരു കാര്യങ്ങൾ കുറെ ഐഡിയ കിട്ടും. അത് കാണുന്നുണ്ടോ? കേരള പോലീസ്. ഇത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ. ജസ്റ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഗൂഗിളിൽ കാര്യം വരും. ഇത് നമ്മുടെ ഒഫീഷ്യൽ കേരള പോലീസിന്റെ സൈറ്റ് ആണ്. ഓക്കെ, ഇതിൽ കൊടുത്തിട്ടുണ്ട് ഫിംഗർ പ്രിന്റ് ബ്യൂറോ, അല്ലെങ്കിൽ ഫസ്റ്റ് കൊടുത്തത് എന്താ, ഇതിൽ നമുക്കറിയാം ഏറ്റവും വലിയ ഒരു മെയിൻ വിങ് തന്നെയാണ് ഇത്. അതായത് ഫിംഗർ പ്രിന്റ് ബ്യൂറോ വരുന്നത് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അണ്ടറിലാണ്. അതായത് സംസ്ഥാന രണ്ട് ഇതുണ്ട്, നാഷണൽ ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട്. ഇതില് സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അണ്ടറിലാണ് ഏത് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്, നമ്മുടെ ഫിംഗർ പ്രിന്റ് ബ്യൂറോ വരുന്നത്. അതായത് ശരിക്ക് ഇതിന്റെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ ഇപ്പൊ പറഞ്ഞു സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോ, ഇതിന്റെ അണ്ടറിൽ മെയിൻ ആയിട്ട് 5 ഡിവിഷനാണ് ഉള്ളത്. ഓക്കെ, അതിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒന്ന് ഏതാണ്, ഒന്ന് നമുക്കറിയാം ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. ദെൻ നമ്മുടെ വയർലെസ് ഒക്കെ കാര്യം പോലീസ് നമുക്കറിയാലോ, VHF അല്ലെങ്കിൽ HF സാറ്റലൈറ്റ് തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് കണ്ട് വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടക്കാറുണ്ട് ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറെ ഓവർ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഈ വാർത്താവിനിമയ വിഭാഗം ഉണ്ട്, അവരാണ് എന്ത് ചെയ്ത് മൊത്തം മാനേജ് ചെയ്യുന്നത്. ഓക്കെ, അതായത് പോലീസിന്റെ വാർത്താവിനിമയ വിഭാഗം ഉണ്ട്, അതാണ് വേറൊരു വിങ് ഉള്ളത്. പിന്നെ ഇതിൽ വേറെ മെയിൻ ഫസ്റ്റ് ഏറ്റവും വലിയ വിങ് എന്നുള്ളത് ക്രൈം ഇന്റലിജൻസ് വിഭാഗമാണ്. ഇതിൽ കൊടുത്തിട്ടില്ല എന്നാലും പറയാം. ഏറ്റവും ഫസ്റ്റ് ക്രൈം ഇന്റലിജൻസ് വിഭാഗം, 2 ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, അത് വിവരങ്ങൾ ശേഖരിക്കുക, മറ്റ് ഡാറ്റാബേസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ടെക്നോളജിപരമായ കാര്യങ്ങൾ ചെയ്യുന്ന വിങ് ആണെന്ത്, നമ്മുടെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി. അത് കഴിഞ്ഞ് നമുക്ക് പോലീസിന്റെ വാർത്താവിനിമയ വിഭാഗം ഉണ്ട്. അവർ ചെയ്യുന്ന എന്താ, വയർലെസ് ശൃംഖലനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഹാൻഡിൽ ചെയ്യുക, VHF HF തുടങ്ങിയ കമ്മ്യൂണിക്കേഷൻ എല്ലാവിധ പോലീസിന്റെ വാർത്താവിനിമയ വിഭാഗം മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് ഈ വിഭാഗമാണ്, പോലീസിന്റെ ടെലികമ്മ്യൂണിക്കേഷൻ വിങ്. ഓക്കെ, അടുത്തത് 4ാമത്തെ മെയിൻ വിഭാഗമാണ് ഏത്, നമ്മളിപ്പോ പഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജോലി നോക്കുന്ന ഫിംഗർ പ്രിന്റ് ബ്യൂറോ, അല്ലെങ്കിൽ FPS വരുന്ന ഫിംഗർ പ്രിന്റ് ബ്യൂറോ അല്ലെ, വിരലടയാള വിഭാഗം. മലയാളത്തിൽ അതാണ് പറയാ, വിരലടയാള വിഭാഗം, ഇംഗ്ലീഷിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ. ഓക്കെ, പിന്നെ അടുത്തതാണത്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ക്രൈം നടന്നാൽ അവിടെ ഫോട്ടോഗ്രാഫർമാരെ കണ്ടിട്ടുണ്ടാവും. അത് ജസ്റ്റ് വാർത്താ ചാനൽ ഇവരൊന്നല്ല, ഒഫീഷ്യലി പോലീസ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ എന്തുണ്ട്, പോലീസിന്റെ ഫോട്ടോഗ്രാഫിക് ബ്യൂറോ ഉണ്ട്. അപ്പൊ അവരും ആണെന്ത് അടങ്ങിയ ഈ 5 വിഭാഗങ്ങളാണെന്ത്, അതായത് ഒന്നുകൂടി പറയാം, ക്രൈം ഇന്റലിജൻസ്, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി, പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻ, ദെൻ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ആൻഡ് ഫോട്ടോഗ്രാഫിക് ബ്യൂറോ തുടങ്ങിയ 5 വിങ്ങാണ്. അതിൽ തന്നെ 4ാമത്തെ അല്ലെങ്കിൽ മെയിൻ ഒരു അൾട്ടിമേറ്റ് വിങ് തന്നെയാണ് ഇത്, ഫിംഗർ പ്രിന്റ് ബ്യൂറോ. അതിനെക്കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും നിങ്ങൾക്കറിയാം, അതായത് ഇത് വർക്ക് ചെയ്യുന്നത് ഏതാ, കേരള പോലീസിന് വേണ്ടി തന്നെയാണ് പറഞ്ഞു. അത് കേരള പോലീസിന് മാത്രമാണോ ഇത് ഇവരുടെ ഡാറ്റ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇവരുടെ സഹായം കിട്ടുക? അല്ലല്ലോ. നമുക്കറിയാം കേന്ദ്ര പോലീസ് വിഭാഗങ്ങളില്ലേ, ഏതൊക്കെ, CBI ഉണ്ടാവും ഇല്ലേ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ദെൻ NIA, എന്താ NIA, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കേട്ടില്ലേ. അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകൾക്കൊക്കെ ഇവരെന്ത്, അതായത് മൊത്തത്തിൽ എല്ലാവിധ പോലീസുകാർക്കുള്ള സഹായങ്ങൾ ഇവർ ചെയ്യാറുണ്ട്. ഓക്കെ, അത് വെറും ഇതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ, കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് പറഞ്ഞാല് അവര് വെറും കേരളത്തിലെ പോലീസ് അല്ലെങ്കിൽ കുറ്റം തെളിയിക്കാൻ അതിന് മാത്രമല്ല, നമ്മുടെ CBI, NIA, മറ്റ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ മറ്റു സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആവശ്യാനുസരണം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ മെയിൻ എയിം എന്താണ്,
ഇവരുടെ കയ്യിൽ നിലവിൽ നിങ്ങൾക്കറിയാം ആ ഒരു കുറ്റവാളിനെ ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ നിലവിൽ കേരളം ഉണ്ടായി മുതൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള ചരിത്രം നിലവിൽ കേരളത്തിലെ ശിക്ഷിക്കപ്പെട്ട എല്ലാ കുറ്റവാളികളുടെയും ഡാറ്റ ഇവരുടെ കയ്യിലുണ്ട്. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഇവരിനി ചാടിപ്പോയാലും ഇവരെ ഫിംഗർ പ്രിന്റ് വിരലടയാളം വെച്ചാണ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റും. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻസ് ഞാൻ എന്തായാലും വൈകാതെ പറയാം. അപ്പൊ ആദ്യം ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒന്ന് പറയാണ്. ആദ്യം ഇതെന്നാ ഫസ്റ്റ് ഫോം ചെയ്ത് ആരാന്നറിയോ? ഇതിന്റെ ജസ്റ്റ് ബേസിക് ഒന്ന് പറയാണ്. എന്നാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. പറയൂ, ഇത് എന്നായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക? അല്ലെ ആരാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? പറയൂ, നിങ്ങൾ ഇന്ററാക്ട് ചെയ്യൂ, പറയൂ. ഏത് വർഷമാണ് ഏകദേശം, അല്ലെങ്കിൽ ആരാണിത് ഫോം ചെയ്തിട്ടുണ്ടാവുക? ഓക്കെ, പറയൂ. അപ്പൊ ഇതിൽ ജസ്റ്റ് ബ്രീഫായിട്ട് ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ നോക്കിയാൽ കിട്ടും. അതായത് ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കെതിരായ പോരാട്ടത്തിൽ പോലീസ് സേനയുടെ വിവിധ അന്വേഷണ ഏജൻസികളെ സഹായിക്കുന്ന കേരള പോലീസിന്റെ ഒരു പ്രധാന ശാസ്ത്ര അന്വേഷണ വിഭാഗമാണ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കേരള പോലീസിന് പുറമെ നമ്മുടെ കേന്ദ്ര പോലീസ് സംഘടനകളായ CBI, NIA മുതലായ അതുപോലെ മറ്റ് സംസ്ഥാന പോലീസ് സേനകളെയും ഇവരുടെ സേവനം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതില് നേരത്തെ പറഞ്ഞ പോലെ ശിക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും കുറ്റവിചാരണ വിശദാംശങ്ങൾ മാത്രമല്ല എന്തുകൂടെ ഉണ്ട്, ഇവരുടെ എല്ലാം വിരലടയാളം കൂടി അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് കൂടി നമ്മുടെ കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഡാറ്റ എവിടെയും പോയിട്ടില്ല, എല്ലാവരും ഇതുണ്ട്. ഇതിൽ ചരിത്രം ജസ്റ്റ് ഒന്ന് ബ്രീഫായി പറയാൻ പോകുന്നത്, ഇത് നമ്മുടെ 1900 ഇത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന് ചരിത്രമാണ് ജസ്റ്റ് നോക്കുക. നമ്മുടെ ശ്രീമൂലം ആ സമയത്ത് നമ്മുടെ അന്ന് കേരള സ്റ്റേറ്റ് ഒന്നും ഇല്ലല്ലോ. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് 1956-ലാണ്, 1956-ലാണ്. പക്ഷെ 1900 നമുക്കറിയാം തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാളിനെ അറിയില്ലേ? അത് ശ്രീമൂലം തിരുനാള് 2/5/1900-ലാണ് നമ്മുടെ തിരുവിതാംകൂർ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഫോം നിങ്ങൾ ആലോചിക്കുക, തിരുവിതാംകൂർ ഫിംഗർ പ്രിന്റ് ബ്യൂറോ 1900 സ്ഥാപിച്ചു ശ്രീമൂലം തിരുനാൾ. അത് കഴിഞ്ഞ് കൊച്ചി, നമുക്കറിയാം അന്ന് കൊച്ചി വേറൊരു നാട്ടുരാജ്യമാണല്ലോ. അപ്പൊ കൊച്ചിന്റെ അണ്ടറിൽ അവിടെ സ്ഥാപിച്ചത് 1905 സെപ്റ്റംബർ 1905-ലാണ് സ്ഥാപിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്കറിയാം ഇത് തിരുകൊച്ചി സംയോജനമൊക്കെ നടന്ന് നിങ്ങൾ PSC പഠിക്കുന്ന ആളാണ്, മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ 1950 എന്ത് മിങ്കിൾ ചെയ്തു, മെർജ് ചെയ്തു, തിരുവിതാംകൂറും കൊച്ചി മെർജ് ചെയ്ത് 1950 തിരുകൊച്ചി ബ്യൂറോ അല്ലെങ്കിൽ ട്രാവൻകൂർ കൊച്ചിൻ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിച്ചു. പിന്നെ നമുക്കറിയാം 1950 കഴിഞ്ഞു. പിന്നെ 1956-ലാണ് കേരളം ഫോം ചെയ്ത് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. അപ്പൊ കേരള സ്റ്റേറ്റ് രൂപീകരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അന്ന് പിന്നെ നാട്ടുരാജ്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെ 1956-ലാണ് കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിക്കുന്നത്. ഓക്കെ, 1956-ലാണ് കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ. അപ്പൊ നമ്മുടെ ഈ ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ ഈ ജോലി കിട്ടിപ്പോയ ഏതിന്റെ അണ്ടറിലാണ്? കേരള സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ അണ്ടറിലാണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു ഇത് ഏതിന്റെ അണ്ടറിലാ? സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അണ്ടറിലാണ് ഇത് വരുന്നത് പറഞ്ഞു. അതിൽ തന്നെ ഒരു ഡയറക്ടർ ഇതിന് ഉണ്ടാവും. അതേപോലെ ഒരു ADGP റാങ്കിൽ ഉദ്യോഗസ്ഥന്റെ അണ്ടറിലായിരിക്കും ഇതെല്ലാം കൺട്രോൾ ചെയ്യാം. അതായത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP-ന്റെ അണ്ടറിലായിരിക്കും പിന്നെ മൊത്തം കൺട്രോളിങ് വരിക. പിന്നെ ഇതിന് എന്തായാലും നിങ്ങൾക്കറിയാം തിരുവനന്തപുരത്തെ ട്രാവൻകൂർ, അതായത് അവിടെ തന്നെ ഹെഡ് ഓഫീസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഈ നമ്മുടെ സംസ്ഥാന വിരലടയാള ബ്യൂറോയുടെ സ്റ്റേറ്റ് FPB-യുടെ ആസ്ഥാനം എവിടെ വരുന്നത്? തിരുവനന്തപുരം തന്നെയാണ്. പക്ഷെ ഇത് മാത്രമല്ല, എന്തുകൂടെ ഉണ്ട്? 19 ജില്ല അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് സിറ്റി വിങ്ങുകൾ കൂടി എന്തിനുണ്ട്? നമ്മുടെ കേരള ഫിംഗർ പ്രിന്റ് അതോറിറ്റി അല്ലെങ്കിൽ ബ്യൂറോയ്ക്ക് ഉണ്ട്. അതായത് ഒരു സ്റ്റേറ്റ് വിങ്ങും അതുപോലെ 19 ജില്ലാ നഗര തലങ്ങളിൽ കൂടി ഇതിന് ഓഫീസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് ഈ ജില്ലാ ഓഫീസുകൾ, ജില്ലാ സിറ്റി ഓഫീസുകളുടെ മെയിൻ ആയിട്ട് നമ്മൾ സിംഗിൾ ഡിജിറ്റ് FPB അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നും, അതുപോലെ സംസ്ഥാനത്തിന് തിരുവനന്തപുരത്തുള്ളതിന്റെ മെയിൻ ഓഫീസിനെ എന്ത് വിളിക്കും? നമ്മുടെ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്നുമാണ് പറയാം. രണ്ട് വിഭാഗങ്ങളാണ് പറയാറുള്ളത്. ഇതിൽ ജസ്റ്റ് ഇതിന്റെ ഫങ്ഷൻസ് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ സ്റ്റേറ്റിന് സംസ്ഥാന തലത്തിൽ ഇതിന്റെ മെയിൻ കാര്യം നമുക്കറിയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിക്ഷിക്കപ്പെട്ട ആളുകളുടെ ഫിംഗർ പ്രിന്റ് സ്ലിപ്പ് എന്ത് ചെയ്യണം? രേഖപ്പെടുത്തുക. അതേപോലെ
സൂക്ഷിക്കുക, പിന്നെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അതായത് ഡാറ്റ കളക്ഷനും സ്റ്റോറിംഗ് ഒക്കെ നടക്കുന്നത് ഏതിന്റെ അണ്ടറിലാ? നമ്മുടെ തിരുവനന്തപുരത്തെ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെ അണ്ടറിലാണ്. പിന്നെ വേറെ ഒരു ഫംഗ്ഷൻ എന്താ ആലോചിച്ച് വേറെ എന്തായിരിക്കും ഫംഗ്ഷൻ പറയൂ? അതായത് ഇപ്പൊ ഒരു കുറ്റവാളി ഇതിന്റെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെർച്ച് ചെയ്യാലോ. അതായത് റിപ്പീറ്റ് ചെയ്ത് ക്രൈം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്താ ഒരു 10 കൊല്ലം മുമ്പ് ഒരാൾ കുറ്റം ചെയ്ത അയാളെ വിരലടെ എന്തായാലും അവിടെ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ആൾ മുങ്ങി നടന്ന് പിന്നെന്ത് ഒരു സുപ്രഭാതത്തിൽ പൊങ്ങി വന്നു ആള് വേറെ ക്രൈമിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ഡാറ്റ മാച്ചിങ് നോക്കും. അല്ലെങ്കിൽ ഇയാൾ ഇതിനു മുമ്പ് ക്രൈം ചെയ്തിട്ടുണ്ടോ ഇല്ലേ? വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ക്രോസ് മാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇവരുടെ ഓൾറെഡി ഡാറ്റാബേസ് കിടക്കുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് വെച്ച് ഡാറ്റ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് മുൻ ശിക്ഷാ വിവരങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് ഇതിനു മുമ്പ് ഇയാൾ സ്ഥിരം കുറ്റവാളിയാണോ, അതോ ഇതിനു മുമ്പ് വേറെ കുറ്റം ചെയ്തിട്ടുണ്ടോ, വല്ല ആൾമാറാട്ടം പോലും ഇതിനെ കൊണ്ട് ഒന്നും നടക്കൂല. ഓക്കെ, അതായത് കറക്റ്റ് ഒരു കൾപ്രിറ്റിനെ അല്ലെങ്കിൽ കുറ്റവാളിനെ ഇതിൽ നിന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അവരുടെ പ്രീവിയസ് ഹിസ്റ്ററി ഇത് വെച്ച് തപ്പാൻ പറ്റും. പിന്നെ അടുത്ത എന്താ നിങ്ങളറിയാം, മറ്റു ഈ ഇപ്പൊ ചില സമയങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ട്രേഞ്ച് ബോഡീസ് അല്ലെങ്കിൽ അജ്ഞാത മൃതദേഹങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുള്ള നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്ത് മേ ബി ഓൾറെഡി ഇവരെ അണ്ടറിൽ എന്തുണ്ട് ഡാറ്റാബേസ് ഉണ്ടല്ലോ, ഫിംഗർ പ്രിന്റിന്റെ ഡാറ്റാബേസ് കിടക്കുന്നുണ്ട്. അപ്പോ ഇത് അജ്ഞാത ബോഡികളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, മൃതദേഹങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത ഫംഗ്ഷൻ എന്താ? അപ്പൊ ചുരുക്കി പറഞ്ഞാല് മെയിൻ ആയിട്ട് നമ്മളെ ഫിംഗർ പ്രിന്റ് കൊണ്ട് എന്തൊക്കെ യൂസ് ഉണ്ടോ അതൊക്കെ ഇവര് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ CBI, NIA മറ്റ് സ്റ്റേറ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ ഇവരെ സഹായം തേടാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ പറഞ്ഞു 19 ജില്ല അല്ലെങ്കിൽ സിറ്റി വിഭാഗങ്ങൾ കൂടി ഇതുണ്ട്. മൊത്തം 20 സെന്റർ, മെയിൻ സെന്ററും പിന്നെ 19 ജില്ല. അത് തന്നെയാണ് നമ്മൾ എന്ത് സിംഗിൾ ഡിജിറ്റ് FPB എന്ന് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോ എന്ന് പറയാറുള്ളത്. അതിന്റെ വർക്ക് എന്തായിരിക്കും? ഓരോ ഇപ്പൊ നമ്മളെ മലപ്പുറം ജില്ലക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ കോഴിക്കോടിനുണ്ട്, കണ്ണൂരുണ്ട്. ജസ്റ്റ് ആണെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് വേണമെങ്കിൽ കാണിച്ചു തരാം, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അതായത് 19 ഉപവിഭാഗം അല്ലെങ്കിൽ ജില്ലാ തലങ്ങളിൽ അല്ലെങ്കിൽ സിറ്റി തലങ്ങളിൽ ഉണ്ട്. ജസ്റ്റ് അതിന്റെ ഇതൊക്കെ നമ്മുടെ സൈറ്റിൽ കിട്ടും. ഓക്കെ, അതായത് ജില്ലാ ഫിംഗർ പ്രിന്റ് ബ്യൂറോ ജസ്റ്റ് നമ്പറുകൾ അതിൽ നോക്കുക. അത് ഏതൊക്കെ ഉണ്ട്? 19 കൊടുത്തിട്ടുണ്ട്. അത് തിരുവനന്തപുരം സിറ്റി റൂറൽ, കൊല്ലം സിറ്റി കൊല്ലം റൂറൽ, ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി, കൊച്ചി സിറ്റി എറണാകുളം റൂറൽ, ദെൻ തൃശ്ശൂർ സിറ്റി തൃശ്ശൂർ റൂറൽ, പാലക്കാട് മലപ്പുറം, കോഴിക്കോട് സിറ്റി കോഴിക്കോട് റൂറൽ, വയനാട് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ 19 എന്തുണ്ട് സിംഗിൾ ഡിജിറ്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോകൾ ഉണ്ട്. ഓക്കെ, അപ്പോ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? അതായത് ഇപ്പൊ കണ്ണൂർ ഒരു കേസ് അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു വീട് അല്ലെങ്കിൽ കട കുത്തി തുറന്നു. അപ്പൊ ആദ്യം ആരെ വിളിക്കും? അവിടുത്തെ SHO അണ്ടറിൽ അഭ്യർത്ഥന അല്ലെങ്കിൽ SHO എന്ത് ചെയ്യും? നമ്മുടെ ഫിംഗർ പ്രിന്റർ അല്ലെങ്കിൽ നമ്മുടെ FPS-മാരെ അഭ്യർത്ഥി വന്ന് വിസിറ്റ് ചെയ്യാൻ പറയും. അവർ നേരെ എവിടെ വരും? നമ്മുടെ സൈറ്റിൽ വരുന്നു. എന്നിട്ട് ഇവിടെ ക്രൈം നടന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ഫിലിമിലോ അല്ലെങ്കിൽ നേരിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും. വിരലടയാള വിദഗ്ധർ വന്ന് ആ സൈറ്റില് നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ച് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഇവരുടെ മെയിൻ ജോലി അല്ലെ? അല്ലെങ്കിൽ നമ്മൾ FPS കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ജോലി തന്നെയാണ് എന്ത്? SHOയുടെ അഭ്യർത്ഥന പ്രകാരം കുറ്റകൃത്യ പരിശോധന. ഓക്കെ, അതുപോലെ തെളിവുകളും മറ്റു പ്രിന്റുകളൊക്കെ ശേഖരിക്കാൻ വേണ്ടി പോലീസുകാരെ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ വിരലടയാള വിദഗ്ധരാണ്. പിന്നെ എന്താണ് സ്വാഭാവികമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത എന്താ? ഇത് കുറ്റവാളിയെ തിരിച്ചറിയാൻ വേണ്ടി നോക്കാലോ, ക്രോസ് മാച്ച് ചെയ്യും അല്ലെങ്കിൽ അവരെ വെച്ച് തിരിച്ചറിയാൻ ശ്രമിക്കും. അടുത്തത് പിന്നെ കോടതിയിലൊക്കെ എന്ത് വിദഗ്ധ അഭിപ്രായങ്ങൾ പറയാനൊക്കെ ഇവര്. പിന്നെ അടുത്തെന്താ? പിന്നെ നമുക്കറിയാം ജില്ലാ തലങ്ങളിൽ ഇപ്പം മലപ്പുറം ജില്ലയിൽ ഒരു ക്രൈം നടന്നു. അവിടുത്തെ കൾപ്രിറ്റിനെ എന്ത് ചെയ്യും? അവിടുത്തെ ഡാറ്റ ആ ജില്ലാ ഓഫീസിൽ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി കോഴിക്കോടാണെങ്കിൽ കോഴിക്കോടിൽ ഓഫീസ് ഉണ്ട്, അപ്പൊ അവിടുത്തെ ഡാറ്റ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതായത് നിലവിൽ ചുരുക്കി പറഞ്ഞാൽ മൊത്തം 20 കേന്ദ്രങ്ങളിൽ 2 വിഭാഗങ്ങളായിട്ട്, ഒന്ന് സംസ്ഥാനത്തിന്റെ ഒരു ഹെഡ് ഓഫീസ്, അത് നമ്മുടെ തിരുവനന്തപുരത്തും 19 ജില്ല അല്ലെങ്കിൽ സിറ്റി റൂറൽ തലം അങ്ങനെ ആയിട്ട് 19 ഉപവിഭാഗങ്ങളായിട്ട് ഉണ്ട്. ഇതിന്റെയൊക്കെ ഫംഗ്ഷനും പറഞ്ഞു. അപ്പൊ ഇതിനെ കുറിച്ച് ഒരു ഏകദേശം ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ചോദിച്ചു ഇത് ജോലി കിട്ടി കഴിഞ്ഞാൽ ഇതിന് ട്രെയിനിങ് ഉണ്ടോ എന്നൊക്കെ. ശരിയാണ്, അല്ല പെട്ടെന്ന് ഓടിച്ചെന്നാൽ ഇതിൽ ജോലി ചെയ്യാൻ പറ്റുമോ? കാരണം എന്താ, ഇത് അത്രയും ക്രൂഷ്യൽ റോളാണ് അല്ലേ? ഒരു കുറ്റവാളിനെ തെളിയിക്കണ്ടേ? അത് അങ്ങോട്ട് ഫിംഗർ പ്രിന്റ് വെറുതെ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമോ?
പറ്റൂലല്ലോ. അപ്പൊ ഇതിനെന്തുണ്ട്? ട്രെയിനിങ് ഉണ്ടാവും. അത് ഏകദേശം 6 മാസത്തെ ട്രെയിനിങ് ഇതിനുണ്ട്. അത് ജോലി കിട്ടിയാൽ വെറുതെ ഡയറക്റ്റ് ജോലിയിലേക്ക് ആരും എന്ത് ചെയ്യില്ല, അപ്പോയിന്റ് ചെയ്യുന്നതല്ല. എന്തുണ്ട്? ഇതിന് ട്രെയിനിങ് ഉണ്ട്, 6 മാസത്തെ ട്രെയിനിങ് ഉണ്ട്. പിന്നെ ട്രെയിനിങ് മാത്രം മതിയോ? ഇനിയിപ്പോ ജോലി കിട്ടി, പൊതുവെ എല്ലാവരും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വിചാരം എന്താ, ജോലി കിട്ടി ഉടനെ റിസൈൻ ചെയ്ത് പോവാന്നില്ല, അങ്ങനെ പറ്റൂ? ഇതില് പറ്റുമോ? പറയൂ. അങ്ങനെ ഒരു വകുപ്പുണ്ടോ? പറ്റില്ല. കാരണം എന്താ, ഇതില് 3 കൊല്ലത്തെ ബോണ്ട് ഉണ്ട്. ഓക്കെ, 3 കൊല്ലത്തെ ബോണ്ട് ഉണ്ട്. ഒന്നെങ്കിൽ അതിന് മുമ്പ് പോകാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ചെറിയ എമൗണ്ട് ഫൈൻ ഉണ്ടാവും, അല്ലെങ്കിൽ ആ എമൗണ്ട് കെട്ടിച്ചിട്ട് നിങ്ങൾക്ക് എന്താ റിലീവ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് 3 വർഷം ഇതിൽ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യൽ നിർബന്ധമാണ്. സോ ആ ഒരു 3 വർഷത്തെ ബോണ്ടും ഇതിനുണ്ട് എന്ന് ആലോചിക്കാം. കാരണം അത് അത്രയും ഹൈ ലെവൽ ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഫുൾ കാര്യങ്ങൾ, കാരണം ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു അഭിമാന പ്രശ്നം കൂടിയാണ് ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ തെളിയിക്കുക എന്നുള്ളത്. അപ്പൊ അത് ചാലഞ്ച് ചെയ്യാൻ അത്രയും നല്ല കാലിബർ ഉള്ള സ്കിൽഡ് ആയ ജോലിക്കാർ തന്നെ വേണം. അല്ലാതെ വെറുതെ PSC ചെയ്ത് കറുപ്പിച്ചാൽ മാത്രം മതിയോ? ഇല്ല. അപ്പൊ കറക്കി കുത്തി കിട്ടിയിട്ടും കാര്യമില്ല. എന്താ ഈ ട്രെയിനിങ് ഇതായി, അതുപോലെ അത്രയും നല്ല പാഷനേറ്റ് ആളുകൾ ഇതിന് ശ്രമിക്കാവും നല്ലത്. അല്ല വെറുതെ ഒരു ടൈം പാസിന് ഇതിന് ട്രൈ ചെയ്യേണ്ടതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെങ്കിലും നല്ലൊരു പോസ്റ്റ് തന്നെയാണ്, ഗ്ലാമർ പോസ്റ്റ് തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഇതിന്റെ പേ സ്കെയിൽ എത്ര വരാം, എത്ര പ്രതീക്ഷിക്കാം, എത്ര ഉണ്ടാവും ശമ്പളം? ഏകദേശം എത്ര ഉണ്ടാവും? അതായത് കഴിഞ്ഞ എക്സാം വിളിച്ചത് എന്നറിയോ? ഞാൻ ഇപ്പൊ ഇതിലൊരു അഡ്വൈസിന്റെ ലിസ്റ്റ് ചെയ്ത്, അത് നമ്മുടെ കേരള PSCന്റെ സൈറ്റിൽ നിന്ന് കിട്ടിയ ഡാറ്റയാണ്. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് കഴിഞ്ഞ എക്സാം വിളിച്ചതെന്നറിയോ? ലാസ്റ്റ് എക്സാം 2020 ആണോ? പറയൂ, നിങ്ങളെന്താ പറയാത്ത? പറയൂ. ഇതിനു മുമ്പ് എക്സാം എന്നാ നടന്നത്? അതായത് 2020 2020 ഒക്ടോബർ 30 ലാസ്റ്റ്, അല്ലെങ്കിൽ ഇതിനു മുമ്പത്തെ എക്സാം നോട്ടിഫിക്കേഷൻ വന്നത്. പിന്നെ എക്സാം എഴുതി അല്ലെങ്കിൽ എന്നായിരുന്നു എക്സാം? 2020 ഡിസംബർ 2 എക്സാം നടന്നിട്ടുണ്ട്. 2 മാസം കൊണ്ട് എക്സാം വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇതിന് പ്രതീക്ഷിക്കേണ്ട. കാരണം നമുക്ക് ഇതിന്റെ ഇടയിൽ വേറെ എക്സാം വരുന്നുണ്ട്. കാരണം ഏത്, നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, LDCന്റെ എക്സാം ഈ ഒക്ടോബർ വരെ ഉണ്ട്. പിന്നെ എന്തായാലും ഒക്ടോബറിൽ നമുക്ക് LSCS ഡിഗ്രി ലെവൽ എക്സാം വരുന്നുണ്ട്, മെയിൻസിന്റെ എക്സാം വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് ഒക്ടോബർ പ്രതീക്ഷിക്കേണ്ട. നവംബറിൽ നമുക്ക് സയന്റിഫിക് ഓഫീസർ, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഫോറൻസിക് വിങ്ങിൽ നമുക്ക് എന്ത് PG കാർക്കുള്ള നമ്മുടെ സയന്റിഫിക് ഓഫീസറിന്റെ എക്സാം എന്തായാലും നവംബറിൽ പ്രതീക്ഷിക്കാം. പിന്നെ എന്താണെങ്കിലും ഒരു ജനുവരി പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എന്തായാലും പഠിക്കാൻ സമയം ഉണ്ടാവും. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ അടിപൊളിയായിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ എന്തായാലും അടുത്ത വർഷത്തിൽ പ്രതീക്ഷിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു ഊഹം. ജനുവരി ഫെബ്രുവരി ഏറി വന്നാൽ മാർച്ച് വരെ പോവാം. ഡിപ്പെൻസ് ആണ്. ഞാൻ അതുവരെ മാർച്ച് പറഞ്ഞ അങ്ങനെ പഠിക്കാൻ നിൽക്കണ്ട, ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്നാ എക്സാം, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ്? ഇപ്പൊ നിലവിൽ ഈ ജൂലൈ 30 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 4 ഓക്കെ, അടുത്ത മാസം 4 വരെ ടൈം ഉണ്ട്. അപ്പൊ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, ഒന്ന് അപ്ലൈ ചെയ്യുക. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകണ്ട, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അപ്ലൈ ചെയ്യാൻ പണിയൊന്നുമില്ല. സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ സൈറ്റ് കയറി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും, നേരെ നോക്കുക, അപ്ലൈ ചെയ്യുക. വേറെ റിസ്ക് ഒന്നുമില്ല. ആ ക്വാളിഫിക്കേഷൻ മാത്രം മതി, BSc ഫിസിക്സ് കെമിസ്ട്രി. അപ്പൊ ഈ വർഷം പാസ് ഔട്ട് ആയാലെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഡിഗ്രി ഈ വർഷം പാസ് ഔട്ട് ആയ സംബന്ധിച്ച് എന്താ, നല്ലൊരു ഹയർ പോസ്റ്റിലേക്ക് എത്തിപ്പെടാലോ, അല്ലേ? പിന്നെ അന്ന് കഴിഞ്ഞ പേ സ്കെയിൽ പറഞ്ഞാൽ ഏകദേശം കഴിഞ്ഞ ഇതിൽ കിട്ടിയ അവർക്ക് കൊടുത്തിരുന്നത്, അവർക്ക് സ്റ്റാർട്ടിങ് എനിക്ക് തോന്നുന്നു ഒരു 39,000-40,000 അടുത്ത് അവർക്ക് പേ സ്കെയിൽ ഉണ്ടായിരുന്നു. അതായത് 39,000 സംതിങ് മുതൽ 67,000. പക്ഷെ ഇപ്പൊ റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് സാലറി ഇതിലേറുണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് എന്താ നോട്ടിഫിക്കേഷൻ പോകാം. ആദ്യം കഴിഞ്ഞ ഈ അഡ്വൈസ് നോക്കുക. കഴിഞ്ഞ നോട്ടിഫിക്കേഷനിൽ നമുക്ക് ആകെ ഒരു വേക്കൻസി എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യത്തെ ഇതിൽ അങ്ങനെ വേക്കൻസിന് എണ്ണം കൊടുത്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്തായാലും ഒരുപാട് ഒരു 20 to 30 വേക്കൻസി എന്തായാലും പ്രതീക്ഷിക്കാം. അത് തീർച്ചയായും അങ്ങനെ നിൽക്കണ്ട. ആദ്യത്തെ 10 റാങ്കിൽ എന്തായാലും വരാൻ ശ്രമിക്കുക. അപ്പൊ ഇതിന്റെ നമ്മളെ സൈറ്റിൽ കഴിഞ്ഞ ലാസ്റ്റ് അഡ്വൈസ് പോയത്, അല്ലെങ്കിൽ എക്സാം നടന്നത്
8/1/2022 പിന്നെ അഡ്വൈസ് ലാസ്റ്റ് പോയത് 2023 December 6 ലാസ്റ്റ് അഡ്വൈസ് പോയത്. അപ്പൊ ഇതിൽ ആകെ എത്ര അഡ്വൈസ് പോയിട്ടുണ്ട്? 13 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഓക്കെ, 13 അഡ്വൈസ് ആണ് ഇതുവരെ പോയില്ല. കാരണം പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അത് അന്ന് ആ എക്സാം നടന്ന സമയത്ത് ഒരു വേക്കൻസി മാത്രമായിരുന്നു എന്ത് പറഞ്ഞിരുന്നത്. പക്ഷെ 13 വേക്കൻസി അല്ലെങ്കിൽ 13 അഡ്വൈസ് ആണ് പോയിട്ടുണ്ട്. പിന്നെ അതിൽ കാറ്റഗറി വൈസ് നോക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ 7 പേര് അല്ലെങ്കിൽ 7ാമത്തെ റാങ്ക് വരെ ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ EWS ഈഴവ കാറ്റഗറിയിൽ 14ാമത്തെ റാങ്ക് വരെ പോയി. പിന്നെ നമ്മുടെ SC പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റിൽ 1ാം റാങ്കുകാരനും അതേപോലെ ST വിഭാഗത്തിൽ നിന്ന് ആരും കിട്ടിയിട്ടില്ല. അതുപോലെ ആ ലിസ്റ്റ് അന്ന് ഇല്ല തോന്നുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ അതുപോലെ നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നുള്ള ആളുകൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പൊതുവെ ഈ എക്സാം മറ്റ് ഡിഗ്രി ലെവൽ എക്സാം പോലെ ഒരുപാട് കോമ്പറ്റീഷനുള്ള അല്ലെങ്കിൽ ഒരുപാട് പേര് എഴുതുന്ന എക്സാം അല്ല BSc ഫിസിക്സ്. കാരണം ഒരു സയൻസ് വിഷയം പഠിച്ചവർക്കും പറ്റൂല. എന്ത് വേണം? സ്പെസിഫിക് ആയിട്ട് BSc ഫിസിക്സ് കെമിസ്ട്രി ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അങ്ങനത്തെ അത്രയും ക്വാളിഫൈഡ് ആളുകൾ ഇവിടെ കുറവാണ്. ഓക്കെ, ഇനി അത് പോട്ടെ. ഇനി ഇതിൽ തന്നെ എത്ര പേര് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന ആൾ നിങ്ങൾ ആലോചിക്കുക, അതിൽ 100 പേരിൽ അല്ലെങ്കിൽ 100 ഡിഗ്രിക്കാരിൽ ഒരു 30% ആളുകൾ മാത്രമായിരിക്കും എന്ത് ഏത് ഉണ്ടാവുക BSc ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞ ആളുകൾ ഉണ്ടാവുക. ബാക്കിയുള്ള മെജോറിറ്റി ആളുകളും ആർട്സ് വിഷയങ്ങൾ എടുത്ത ആളുകളായിരിക്കും. അതിൽ തന്നെ BSc എടുത്ത ആളുകൾ തന്നെ ജസ്റ്റ് കുറച്ച് ആളുകൾ മാത്രമായിരിക്കും BSc ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്തിട്ടുണ്ടാവുക. ഇനി അതിൽ തന്നെ നിങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഒരു 100 സ്റ്റുഡൻസ് ഡിഗ്രി കോളേജിൽ നിന്ന് ഒരു 30 പേരെ ഉള്ളൂ. അല്ലെങ്കിൽ ഇനി നോക്കുക, ആ 30 പേരിൽ തന്നെ എത്ര പേര് ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും? ഇനി ക്വാളിഫൈ ചെയ്ത് വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, അവർ തന്നെ എത്ര പേര് എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ആലോചിക്കുക, ഒരു 30 പേരിൽ ഒരു 20-25 പേരെങ്കിലും 5 പേര് മറന്നു വിചാരിച്ചോളൂ, എന്നാൽ 25% പേരെ എന്ത് ചെയ്തിട്ടുണ്ടാവും? അപ്ലൈ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഇനി അപ്ലൈ ചെയ്താൽ തന്നെ കൺഫർമേഷൻ കൊടുത്ത ആളുകൾ എത്ര പേരുണ്ടാവും? അതും വളരെ കുറവാണ്. ഇനി കൺഫർമേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക, ഈ എക്സാം ആ ഡേറ്റിന് പോയി എഴുതുന്ന ആൾക്കാർ എത്ര പേരുണ്ട്? ഇനി എഴുതണ പോട്ടെ, ഈ എക്സാം വെറുതെ കറക്കി കുത്തിയാൽ പോരല്ലോ. എന്ത് എഴുതണം? പഠിച്ചെഴുതണം. ഈ പഠിച്ച് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ വെറും 10% അല്ലെങ്കിൽ 10 to 15% ആളുകൾ മാത്രമേ പഠിച്ചെഴുതുന്ന ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അത്രയും എണ്ണം കുറഞ്ഞ ആളുകൾ മാത്രമേ ഇത് പഠിക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സിലബസ് മര്യാദയ്ക്ക് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് 100% ഗ്യാരണ്ടി പറയാൻ ജോലി കിട്ടും, ഉറപ്പാണ്. കാരണം എന്താ? സിലബസിലേക്ക് കടക്കാം. എന്താണെങ്കിലും ജസ്റ്റ് നല്ല രീതിയിൽ ഈ എക്സാം സീരിയസ് ആയി കാണുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടിപൊളിയായിട്ട് എക്സാം അല്ലെങ്കിൽ ജോലി തന്നെ കിട്ടും. അപ്പൊ ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് നല്ലൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു PG ലെവൽ കഴിഞ്ഞ ആളെ സംബന്ധിച്ചാണെങ്കിലോ ഈ എക്സാം ഈ ഒക്ടോബറിൽ അല്ലെങ്കിൽ നവംബറിൽ നമുക്ക് സയന്റിഫിക് ഓഫീസർ എക്സാം വരുന്നു. അത് കഴിഞ്ഞ് ഡിസംബറിൽ നെറ്റ് എക്സാം വരുന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരിയിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? നമ്മുടെ ഡിഗ്രി കഴിഞ്ഞവർക്കാണെങ്കിൽ ജാം മറ്റ് എക്സാം വരും. അല്ലെങ്കിൽ PG കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഗേറ്റ് എക്സാം വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റന്റ്, അതേപോലെ ബൈൻഡിങ് ഓഫീസർ, ബൈൻഡിങ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകൾ. പിന്നെ ഫിംഗർ പ്രിന്റ് അവർക്ക് എന്ത് എഴുതാൻ പറ്റും. ഒരുപാട് എക്സാംസ് നിലവിൽ കെമിസ്ട്രി ബേസ്ഡ് ആയ ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ വർഷം എന്നുള്ളത് ശരിക്ക് ഒരുപാട് എക്സാംസ് ഉണ്ട്. ശരിക്കും ഒറ്റപ്പെടുത്തം പഠിച്ചാൽ തന്നെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്ര വലിയ. പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഈ എക്സാം എന്താണ്? ഡിഗ്രി ലെവൽ എക്സാം ആണെങ്കിൽ പോലും ഇത് ശരിക്ക് ഫിസിക്സും കെമിസ്ട്രിയും വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ഉണ്ടാവും? അത് അത്ര ഡെപ്തിലേക്ക്, ഫിസിക്സ് അത്ര ഡെപ്തിലേക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച അത്ര പോലും ഇതിന് പഠിക്കേണ്ടി വരില്ല. ഏകദേശം ബേസിക് ആയ കാര്യങ്ങൾ മാത്രമേ ഇതിൽ വരാൻ ചാൻസ് ഉള്ളൂ. അതേപോലെ കെമിസ്ട്രിക്കാരെ സംബന്ധിച്ച് തന്നെ കെമിസ്ട്രി ഫുൾ ഡെപ്തിലേക്ക് പോകണ്ട. അപ്പൊ ചില ആളുകൾ പേടിക്കും, അയ്യോ ഞാൻ കെമിസ്ട്രി ഡിഗ്രി പഠിച്ചിട്ടില്ല, കമ്പ്യൂട്ടർ ആയിരുന്നു അല്ലെങ്കിൽ വേറെ വിഷയമാണ് പഠിച്ചത്, ആ ടെൻഷൻ ആവുന്നു വേണ്ട. ഒരു ഔട്ട്ലൈൻ ലെവലിൽ ഫിസിക്സും കെമിസ്ട്രിയും ഡിഗ്രിത്തെ കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും. സിലബസിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പൊ ഇതൊക്കെയാണ് എന്ത് കഴിഞ്ഞ അഡ്വൈസ് പോയ കാര്യങ്ങൾ. ഓക്കെ, ഇനി നേരെ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ സിലബസിലേക്ക് കടക്കാം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ കറക്റ്റ് കണക്ക്, കഴിഞ്ഞ പ്രാവശ്യം എത്ര പേര് എക്സാം എഴുതുന്ന കണക്ക് എനിക്കറിയില്ല. അറിയാത്ത കാര്യം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്താണെങ്കിലും ആളുകളെ നിങ്ങൾ എത്ര പേര് എണ്ണ എഴുതിയെന്ന് ആലോചിക്കണ്ട. നിങ്ങൾ ആലോചിക്കേണ്ട എന്താ? നിങ്ങൾ എഴുതാൻ ഇതിനെ കുറിച്ച് അറിഞ്ഞ ആളുകളാണ്. അറിഞ്ഞ ആളുകൾ പിന്നെ എന്ത് ചെയ്യുക? അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട ബേസിക് ആയ കാര്യം അത് ചെയ്യുക. അപ്പൊ ജസ്റ്റ് അതിന്റെ ഈ കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് പേപ്പറിൽ വന്ന കാര്യമാണ്. ഇതാണ് നമ്മുടെ ലേറ്റസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചർ പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് ഇത് നടക്കുന്നത്, അല്ലെങ്കിൽ അതിലേക്കാണ് അപ്പോയിന്റ്മെന്റ് വരിക. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷന്റെ കാര്യമാണ്. ശമ്പളം വരുന്ന ഏകദേശം എത്ര? നിങ്ങൾ ആലോചിക്കുക, സ്റ്റാർട്ടിങ് ശമ്പളം തന്നെ നല്ല ഇതില്ലേ, 43,400 മുതൽ മാക്സിമം 91,000 വരെ. ഇതന്നെ എന്ത് ചെയ്യാം?
റിവൈസ് ചെയ്യും. ഓക്കെ, ഇതിപ്പോ നിലവിൽ ഈ പേ സ്കെയിലാണ് വരിക. 43,000 സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ ഒഴിവുകളുടെ എണ്ണ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കുക, എന്താണെങ്കിലും അത്യാവശ്യം 20 to 25 30 ഒഴിവ് എന്തായാലും ഉണ്ടാവും. പിന്നെ അതുപോലെ ഈ റാങ്ക് ലിസ്റ്റ് വന്നാൽ നമുക്കറിയാം 3 വർഷം വരെ, 1 വർഷം to 3 വർഷം വരെ അതിന് കാലാവധി ഉണ്ട്. അതിനിടയിൽ ഒരു വർഷത്തിന് ശേഷം പുതിയൊരു റാങ്ക് ലിസ്റ്റ് വന്നാൽ അതിനായിരിക്കും പ്രായോഗിക. എന്നാലും നിലവിൽ നിങ്ങൾ എന്തായാലും 3 വർഷത്തിന് കാലാവധി ഉണ്ട് എന്ന് ആലോചിക്കുക. എന്താണെങ്കിലും ആദ്യത്തെ 10 to 25 റാങ്ക്, അല്ലെങ്കിൽ ഈ 10 റാങ്കിനുള്ളിൽ തന്നെ വരുന്ന ആളുകൾക്ക് 100% ജോലി സ്ഥിരത പറയാൻ പറ്റും. കാരണം കഴിഞ്ഞതിൽ തന്നെ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ 7ാം റാങ്ക് വരെ കിട്ടിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഇത് ജോലി എന്നുള്ളത് റൊട്ടേഷൻ ബേസിലാണ് വരിക. അപ്പൊ അതിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ വരാത്ത ആളുകളാണ് സപ്ലി ലിസ്റ്റ് വരിക. അപ്പൊ സപ്ലി ലിസ്റ്റ് വന്ന ഇപ്പൊ മുസ്ലിം കാറ്റഗറിയിൽ നിന്നും അതുപോലെ SC കാറ്റഗറിയിൽ നിന്നും സപ്ലിമെന്റ് ലിസ്റ്റിൽ നിന്നാണ് അപ്പോയിന്റ്മെന്റ് ആയത്. നിങ്ങൾ ആലോചിക്കുക. അതുപോലെ ആ ലിസ്റ്റിൽ ഒരു ഒറ്റ ST ഇല്ല. അതുപോലെ വേറെ അതുപോലെ EWS എനിക്ക് തോന്നുന്നു മെയിൻ ഓപ്പൺ ലിസ്റ്റിൽ തന്നെ ഒന്ന് ആയിട്ടുണ്ട് തോന്നുന്നു. എന്താണെങ്കിലും നിങ്ങൾ ഒരുപാട് ഒഴിവുകൾ ഒരുപാട് പറഞ്ഞാല് 100 കണക്കിനല്ല, 10 to എന്തായാലും 20 to 25 ഒഴിവുകൾ പ്രതീക്ഷിക്കാം. അന്ന് കഴിഞ്ഞ പ്രാവശ്യം ഒരു പറഞ്ഞിട്ട് 13 അപ്പോയിന്റ്മെന്റ് നടന്നു എങ്കിൽ ഇതെന്തായാലും 13 എന്തായാലും ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം, ഈ ജോലി കിട്ടുന്ന ആളുകൾ ഇപ്പൊ ഒരു സയന്റിഫിക്, ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഒരു MSc കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് അയാൾ ഏത് കൂടി എഴുതുന്നുണ്ടാവും, സയന്റിഫിക് ഓഫീസറിനെ എഴുതുന്നുണ്ടാവും. അപ്പൊ സയന്റിഫിക് ഓഫീസർ കിട്ടിയ ഒരാളെ സംബന്ധിച്ച് അവർ ഈ ജോലി രാജിവെച്ച് പോകൂലേ? സ്വാഭാവികമായിട്ടും പോകും. അതുപോലെ വേറെ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് BSc അല്ലെങ്കിൽ കെമിസ്ട്രി അല്ലെങ്കിൽ BSc ഫിസിക്സ് കഴിഞ്ഞ ആളുകൾ B.Ed എടുത്ത് അല്ലെങ്കിൽ ടീച്ചിങ് പാഷനറ്റ് ആളുകൾ ജസ്റ്റ് ഡിഗ്രി ക്വാളിഫൈ ചെയ്തു അതിനുശേഷം പിന്നെ ഇത് ഒരു അറിയാണ്ട് എഴുതി വിചാരിച്ചോളൂ ബാക്കി. അപ്പൊ നല്ലൊരു ടീച്ചിങ് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇത് കിട്ടിയ ആളുകളാണെങ്കിൽ അവർ അതിലേക്ക് പോകും. അപ്പൊ അങ്ങനെ ഒരുപാട് വേക്കൻസി ഇനി ജോലി കിട്ടിയ അഡ്വൈസ് ഇത്ര വന്നാൽ പോലും 3 വർഷത്തിനുള്ളിൽ റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു 10-50 റാങ്ക് ലിസ്റ്റ് വന്ന ആളുകൾക്ക് ഇത് പ്രതീക്ഷിക്കാം. അതായത് നിങ്ങൾ അങ്ങനെ പഠിക്കണം എന്നല്ല, നല്ല ഇത് പഠിച്ചാൽ എന്തായാലും ഷുവർ ആക്കാം. നമ്മളെ കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കുക. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ, ഇതിന്റെ പ്രായപരിധി ഉണ്ട് കേട്ടോ. പ്രായപരിധി എത്രയാണ്? 18 മുതൽ 36 വയസ്സ്. അതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ട്. നമ്മുടെ OBC അതേപോലെ SC ST അവർക്കൊക്കെ റിലാക്സേഷൻ ഉണ്ട്. എന്നാലും മാക്സിമം ഏജ് വരുന്നത് 36, അതായത് മിനിമം 18, അതിൽ മാക്സിമം 36 വയസ്സ്. ഓക്കെ. പിന്നെ യോഗ്യത പറയുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എന്താണ്, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സിൽ ബിരുദം നേടിയ ആള്, BSc ബിരുദം. ഇനി അടുത്തത്, മെയിൻ കാര്യം എല്ലാം ശ്രദ്ധിക്കേണ്ട, ബിരുദം മാത്രം പോരാ, എന്തുകൂടി വേണം, കണ്ണട വെക്കാതെ കാഴ്ചശക്തി ഉണ്ടായിരിക്കുന്ന പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ കണ്ണട വെച്ചവർ ഇതിൽ പെടൂല എന്നാണ് എന്റെ ഒരു ഊഹം. ഇനി എന്താണെങ്കിൽ ഈ കണ്ണട വെക്കുന്ന ആളുകൾ കാഴ്ച കുറവുള്ളത് കൊണ്ടായിരിക്കുമല്ലോ. സോ അപ്പൊ കണ്ണട വെച്ച ആളുകൾ പിന്നെ ഇതിന് ട്രൈ ചെയ്യേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു ഊഹം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാഴ്ച നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. അതായത് ഈ കൊടുത്തിട്ടുണ്ട് വലത് കണ്ണിന്റെ ഇടത് കണ്ണിന്റെ കണക്ക് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെ ദൂരക്കാഴ്ച മാക്സിമം എത്ര, 6ൽ 6 ഫുൾ നല്ല കാഴ്ച വേണം. ഓക്കെ. അതായത് ദൂരക്കാഴ്ച എന്തായാലും വേണം. 6ൽ 6 സ്നെല്ലൻ കിട്ടണം. അത് ഇടത് കണ്ണാണെങ്കിൽ വലത് കണ്ണാണെങ്കിലും. പിന്നെ അടുത്തത് എന്താ, നിയർ സൈറ്റ് അല്ലെങ്കിൽ സമീപ കാഴ്ച എത്ര വേണം? 0.5 സ്നെല്ലനും വേണം. അപ്പോ ഒരു നിലവിൽ നോർമൽ ഒരു സ്പെക്സ് വെക്കുന്നവരെ സംബന്ധിച്ച് ഇത് എന്തായാലും എക്സാമിന് ട്രൈ ചെയ്യേണ്ട. അത് വെറുതെ സമയം കളയണ്ടല്ലോ. അപ്പൊ വെറുതെ BSc ഫിസിക്സ് കെമിസ്ട്രി ഇറങ്ങാണ്ട് നിൽക്കണ്ട. ഇനി നിങ്ങൾ നല്ലോണം പഠിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. അപ്പൊ ആദ്യം പറയാവുന്നത്, കാഴ്ച ആദ്യം പോയി ടെസ്റ്റ് ചെയ്യുക. കണ്ണട വെക്കുന്ന ആളുകൾ അവരുടെ നിങ്ങളെ ഇത്രയും കാഴ്ച എന്തായാലും ഉണ്ടാവില്ല, ഉറപ്പാണ്. ദൂരക്കാഴ്ച എന്തായാലും 6ൽ 6 ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ട്രൈ ചെയ്യേണ്ട. എന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പൊ അത് നോക്കുക, എന്നിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ വെറുതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇതിന് പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ അപേക്ഷിച്ച് ഇതിന് വേണ്ടി പഠിച്ച് നിങ്ങൾ വാല്യൂബിൾ ടൈം വേസ്റ്റ് ആക്കണ്ടെന്ന് അറിയിക്കുകയാണ്. BSc ഫിസിക്സ് കെമിസ്ട്രി ഉണ്ടായാൽ മാത്രം പോരാ, അവിടെ തന്നെ ഒരു ഫിൽട്രേഷൻ വന്നു. 6ൽ 6 ദൂരക്കാഴ്ചയും സമീപ കാഴ്ച ഹാഫ് അല്ലെങ്കിൽ 0.5 സ്നെല്ലനും വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇത് പക്ഷെ ഇപ്പോ നിങ്ങൾക്ക് ഇനി ചില ആളുകൾ എന്ത് ചെയ്യും, വെറുതെ നോക്കാണ്ട് വെച്ച ആളുകൾ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്ലൈ ചെയ്താൽ എഴുതാൻ വിചാരിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. ദയവേത് അങ്ങനെ എഴുതിയിട്ട് കാര്യമൊന്നുമില്ല. എന്തുകൊണ്ടാണ് വെച്ചാല് ഇത് നിങ്ങൾ റാങ്ക് ലിസ്റ്റ് 1ാം റാങ്ക് കിട്ടിയാൽ പോലും ഇവിടെ നിങ്ങൾ വെരിഫിക്കേഷൻ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ ഇത് മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കേണ്ടി വരും. ആ സമയത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ കണ്ണിന് ഇത്ര കാഴ്ച പ്രശ്നം ഉണ്ടെന്ന് കാണിച്ച് അയ്യോ ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ റിജക്റ്റ് ആയി പോകും. അപ്പൊ അതിനെ തുടക്കത്തിലേ എന്ത് ചെയ്യുക, ആദ്യമായി നിൽക്കേണ്ട കാഴ്ച കുറവുള്ള ആളുകൾ ദയവ് ചെയ്ത് ഇത് നിങ്ങൾക്ക് പറ്റിയ ജോബ് അല്ല എന്ന് മനസ്സിലാക്കി സ്വയം ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം, അപ്പൊ പോലീസിൽ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. പണ്ട് മുതലേ PUBG പല പോലീസ് മട്ടാളം സ്വപ്നം കാണുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ ഫിസിക്കൽ ഒരു വലിയ ബേർഡനാണ്. കുറെ പേര് ചിലപ്പോൾ ഹൈറ്റ് കുറവുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ എനിക്കൊക്കെ പറഞ്ഞാൽ ഹൈറ്റ് കുറവാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും
പോലീസിനെ കുറിച്ച്. അപ്പൊ ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. റിയാലിറ്റി എന്താ? ഇത്ര മിനിമം ഹൈറ്റ് വേണം. അപ്പൊ ഇല്ലെങ്കിൽ പിന്നെ അതിനെ കുറിച്ച് ആലോചിക്കണ്ടല്ലോ. അപ്പൊ അത്ര നമ്മൾ മൈൻഡ് ഫ്രീ ആയി. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, കാര്യങ്ങൾ വ്യക്തമായ നോട്ടിഫിക്കേഷൻ നോക്കിയിട്ട് അതിന് അപ്ലൈ ചെയ്യുക. അല്ലാണ്ട് വെറുതെ എല്ലാരും കൊടുത്തു ഞാനും കൊടുത്തു വെറുതെ കറക്കി കുത്താന്ന് വിചാരിച്ച് എക്സാം എഴുതാനും വേണ്ട. ഇനി കൊടുത്ത ആളുകൾ എന്ത് ചെയ്യുക, ഇതെല്ലാം ക്വാളിഫൈ ചെയ്ത ആളുകൾ, അല്ലെങ്കിൽ BSc ഫിസിക്സ് കെമിസ്ട്രി കാഴ്ചയൊക്കെ ഓക്കെ ആളുകൾ, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സീരിയസ് ആസ്പിരന്റ് ആയി മാറുക, പഠിക്കുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. അവിടെ നിങ്ങൾ എത്ര വേക്കൻസി ഉണ്ടാവും നിങ്ങളെ കൺസേൺ അല്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ആദ്യത്തെ 10 റാങ്കിൽ തന്നെ വരാൻ നോക്കുക. ഓക്കെ, അത് വലിയ ആൾക്കാരെന്നല്ല. നിങ്ങൾ ആ കഴിഞ്ഞ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ കട്ട് ഓഫ് എത്രയെന്ന് അറിയോ? കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് പറയൂ. ഏകദേശം 52 മാർക്ക് കിട്ടിയത് തോന്നുന്നു. അതുപോലെ സയന്റിഫിക് ഓഫീസറിന്റെ കട്ട് ഓഫ് 64 63 ആ റേഞ്ച് വന്നത്. എങ്ങനെയാണെങ്കിലും ഒരു 50 to 60 റേഞ്ചിലെ കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ടേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചറിയാം, നമ്മുടെ നെറ്റ് എക്സാം ഫിസിക്കൽ സയൻസ് നെറ്റിനൊക്കെ എത്ര കട്ട് ഓഫ്? 200 മാർക്കിന്റെ എക്സാം. ഇപ്പൊ കെമിക്കൽ സയൻസ് ആണെങ്കിൽ 200 മാർക്കിന്റെ കെമിക്കൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് നെറ്റ് എക്സാമിന് പോലും കട്ട് ഓഫ് വരുന്നത് 100 അല്ലെങ്കിൽ 110 വരെ മാക്സിമം. അതിനപ്പുറത്ത് പോയിട്ടില്ല. അവ ചിലപ്പോൾ 90 സംതിങ് വരെ കട്ട് ഓഫ് വരുന്നത്. പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു 45 to 55 റേഞ്ചിലാണ് എന്ത് കട്ട് ഓഫുകൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനും ഏകദേശം ആ റേഞ്ച് പ്രതീക്ഷിക്കേണ്ടുള്ളൂ. 50 to 55 അല്ലെങ്കിൽ ഏറി വന്ന 65 റേഞ്ചിൽ മാത്രമേ കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ടിയുള്ളൂ. അതായത് 100 ക്വസ്റ്റ്യൻസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ഇതാക്കേണ്ടിയുള്ളൂ, കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ ജസ്റ്റ് 50-ന് മുകളിൽ മാർക്ക് കിട്ടിയാൽ 55-60 പ്രതീക്ഷിച്ചാൽ മതി. ഇനി അല്ല നിങ്ങൾക്ക് 100-ൽ 90 വാങ്ങാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ അടിപൊളിയാണ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ലാസ്റ്റ് കട്ട് ഓഫ് പേടിച്ച് നിൽക്കണ്ട. നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യാ, ഒരു 80 അബോ കിട്ടുന്ന രീതിയിൽ പഠിക്കുക. അപ്പൊ ഞാൻ അതിന്റെ സിലബസിലേക്ക് ജസ്റ്റ് ഒന്ന് വരാം. ആ സിലബസ് പറയല്ലേ, ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് എന്താ, കാഴ്ചയെ സംബന്ധിച്ച വിവരങ്ങൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അസിസ്റ്റന്റ് സർജൻ ഗ്രേഡിൽ താഴെ അല്ലാത്ത ഒരു മെഡിക്കൽ ഓഫീസർ നൽകിയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഇപ്പൊ തന്നെ ഉണ്ടാക്കണമെന്നല്ല, എപ്പോ ഹാജരാക്കണം. നിങ്ങൾ ലിസ്റ്റിലൊക്കെ വന്ന് വെരിഫിക്കുന്ന സമയത്താണ്. അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിശ്ചിത ഫോമിൽ തന്നെ, ഫോം നമ്മളെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, ഫോമിൽ തന്നെ വെരിഫിക്കേഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അപ്പൊ ഈ കാര്യം നോക്കാണ്ട് വെറുതെ ആരും പോയി കണ്ണുമൂട്ടി അപ്ലൈ ചെയ്യണ്ടെന്നും അറിയിക്കാണ്. അപ്ലൈ ചെയ്തോളൂ. ഇനിയിപ്പോ അതിന് ഞാൻ പറഞ്ഞു നിൽക്കണ്ട, പോയിട്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്നുള്ളതാണ്. നമ്മൾ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പൊ അടുത്തത് ഇനി നേരെ സിലബസിലേക്ക് കടക്കാം. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയൂ. എനിബഡി? ഹലോ, പറയൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ എന്താ ഒരു ഉഷാറില്ലാതെ? പറയൂ. ഇല്ല, ഡൗട്ട് ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ, നോ പ്രോബ്ലം. അതാകുമ്പോൾ ഒരു ലൈവ് ഫീല് കിട്ടുമല്ലോ. അപ്പൊ ഞാൻ തന്നെ ഇങ്ങനെ കഥ പറഞ്ഞ് ഞാൻ തന്നെ ചോദ്യം ചോദിച്ചു ഞാൻ ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതാ നമ്മുടെ സിലബസ്. അപ്പൊ സാധാ നമ്മുടെ PSC പരീക്ഷ പോലെ തന്നെ ഈ എക്സാം എന്താണ്, OMR ടെസ്റ്റ് അല്ലെങ്കിൽ OMR ബേസ്ഡ് കറക്റ്റിക്കൽ എക്സാം തന്നെയാണ്. എത്ര മാർക്കിന് എക്സാം? നമുക്കറിയാം ഇതും 100 മാർക്കിനുള്ള എക്സാം തന്നെയാണ്. ഓക്കെ, 100 മാർക്കിന് ആണ് ചോദ്യങ്ങൾ വരിക. എത്ര ടൈം? 1 മണിക്കൂറും പിന്നെ 15 മിനിറ്റ്, അതായത് 75 മിനിറ്റ്. ഇനി ഇതിന്റെ ഇതിൽ സിലബസ് അങ്ങനെ ഡീറ്റെയിൽ ആയി സിലബസ് കൊടുത്തിട്ടില്ല, കാരണം അത് അത്ര പ്യൂർലി സബ്ജക്ട് ഓറിയന്റഡ് അല്ല. ഓക്കെ, ഒരു നിങ്ങൾക്ക് ഇപ്പൊ നമ്മളിപ്പോ സയന്റിഫിക് ഓഫീസർ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റ് മെട്രോളജി അല്ലെങ്കിൽ മെട്രോളജിന്റെ എക്സാം തുടങ്ങിയതിലൊക്കെ ഡയറക്റ്റ് സിലബസ് നല്ല ഡെപ്തിൽ കൊടുത്തിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളിപ്പോ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റ് എക്സാമിലും സിലബസ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയി സിലബസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മുടെ കെമിസ്ട്രിക്കാർക്കുള്ള സാനിറ്ററി കെമിസ്ട്രി എക്സാം കഴിഞ്ഞിരുന്നു, അതിലും ഡീറ്റെയിൽ സിലബസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ കഴിഞ്ഞ എക്സാം, അതായത് ആ സമയത്ത് കൊറോണ ഒക്കെ 2020 സമയത്താണല്ലോ, ആ കൊറോണ ഉള്ള സമയത്തായിരുന്നു, അതുകൊണ്ടാവാം മേ ബി. അല്ലെങ്കിൽ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം സിലബസ് വന്നിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം എക്സാമിന് സിലബസ് പറഞ്ഞാണ്ട് ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏത്? നമ്മളിപ്പോ ഈ കൊടുക്കുന്ന ഇപ്പൊ ഈ സ്ക്രീനിൽ കാണിച്ചെന്ന ഈ ഇത്, അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വന്ന ടോട്ടൽ മാർക്ക് 100-ൽ ഫിസിക്സിൽ നിന്ന് 40 മാർക്ക്. അല്ലാണ്ട് അവിടെ ഫിസിക്സിൽ ഏത് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടില്ല. ഏത് ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവലിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, എന്നാലും അത് ഏതൊക്കെ വരും അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക് അതിൽ മിസ്സായി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഫിസിക്സിൽ നിന്ന് 40 മാർക്ക്, കെമിസ്ട്രിയിൽ നിന്ന് 40 മാർക്ക്, പിന്നെ IT-യിൽ നിന്ന് IT ആൻഡ് സൈബർ ലോ അതിൽ നിന്ന് 10 മാർക്ക്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 10 മാർക്ക്. അങ്ങനെ
ടോട്ടൽ മെയിൻ പ്യുവർ സബ്ജക്റ്റിൽ നിന്ന് 40-80 മാർക്ക്. പിന്നെ ഒരു നോർമലി നിങ്ങളിപ്പോ എന്താ പറയാ LDC ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ കോമൺ PSC അല്ലെങ്കിൽ ജനറൽ PSC ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്തായാലും പഠിക്കുന്ന സാധനങ്ങളാണ് ഏത്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ, അതേപോലെ IT ആൻഡ് സൈബർ ലോ അതും പഠിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു PSC പഠിക്കുന്ന സ്റ്റുഡന്റിനെ സംബന്ധിച്ച് ഈ 20 മാർക്കിൽ ഒരു 18 മാർക്ക് അല്ലെങ്കിൽ 15 എബോ മാർക്കെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതൊക്കെ IT ആൻഡ് എങ്ങനെ സർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ടോ? ഐ മീൻ ഇതുവരെ നടന്നുള്ള അതിൽ നിലവിൽ സബ്ജക്റ്റ് എന്താ വെച്ചാല് പുതിയൊരു സർക്കാരിന്റെ പുതിയൊരു ഇത് പ്രകാരം സബ്ജക്ട് ബേസ്ഡ് എക്സാമുകൾക്ക് പ്യുവർലി സബ്ജക്ട് തന്നെ വേണമെന്ന് ഒരു ഇത് വന്നിട്ടുണ്ട്. ഇത് 2020 വന്നതാണല്ലോ. പക്ഷെ പുതിയ പരിഷ്കാരം ഇതിന് അപ്ലിക്കബിൾ ആണോ എന്ന് അറിയില്ല. കാരണം ഇത് പ്യുവർലി സബ്ജക്ട് ബേസ്ഡ് അല്ലല്ലോ. കാരണം ഇത് ഫിസിക്സ് മാത്രം, അതിപ്പോ നമുക്കറിയാം ടെക്നിക്കൽ അസിസ്റ്റന്റ് പറഞ്ഞാൽ എന്താ, അത് ഫിസിക്സ് അല്ലെങ്കിൽ സബ്ജക്ട് മാത്രം പറയാം. അല്ലെങ്കിൽ സാനിറ്ററി കെമിസ്ട്രി ആണെങ്കിൽ അത് കെമിസ്ട്രി എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇത് അതേപോലെ അതുപോലെ നമ്മുടെ സയന്റിഫിക് ഓഫീസർ ആണെങ്കിൽ അത് കറക്റ്റ് പ്യുവർലി സബ്ജക്ട് ആണ്. അതിൽ ഫിസിക്സ് തന്നെ പറയുന്നുണ്ട്, അത് കെമിസ്ട്രി ആണ് കെമിസ്ട്രി തന്നെ പറയുന്നുണ്ട്, സിലബസ് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പ്യുവർലി സബ്ജക്ട് അല്ലല്ലോ. ഇതെന്താണ്, BSc ഫിസിക്സും ഏകദേശം ഒരു 50% തന്നെയാണ്, ഒരു ജനറൽ PSC പോലെ തന്നെ എക്സാം ആണ്. അതുകൊണ്ടാവാം ഇത് ഇങ്ങനെ വരുന്നത്. ഇനി മേ ബി ഇനി എന്താണെങ്കിലും 80 മാർക്ക് സബ്ജക്ട് വരുന്നുണ്ട്, ബാക്കി 20 മാർക്കിലാണ് ഇപ്പൊ കൺഫ്യൂഷൻ ഉള്ളത്. അതിന് സിലബസ് വരുമ്പോൾ അറിയാം. ഓക്കെ, സിലബസ് ഇതുവരെ വന്നിട്ടില്ല, വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിൽ കോൺഫ്യൂഷൻ ഉണ്ടോ ഇല്ലെന്നുള്ളത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ശരിക്കും പ്യുവർലി ഫോക്കസ് ചെയ്യേണ്ട ഏതിൽ മാത്രമാണ്, ഫിസിക്സും കെമിസ്ട്രിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം എന്താ, ബാക്കി ഏത് PSC എക്സാമിന് പഠിക്കുന്നത് സംബന്ധിച്ച് കോൺഫ്യൂഷൻ പറഞ്ഞാണ്ട് FPS പ്രത്യേകം പഠിക്കണോ? വേണ്ട. അവിടെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡിന്റെ കാര്യം അല്ലേ. അതായത് ഏത് PSC പഠിക്കുന്ന ആളെ സംബന്ധിച്ചും കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കും. പിന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് എക്സാമുകൾക്കൊക്കെ IT നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതുകൊണ്ട് IT ആൻഡ് സൈബർ അതൊക്കെ നിങ്ങൾ ഇത് കേട്ട് പഠിക്കൊന്നും വേണ്ട. IT ആൻഡ് സൈബറിലാണ് ഏകദേശം മുൻവർഷ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ ഏകദേശം റിപ്പീറ്റ് കാര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് ഇൻഡപ്തിലും ചോദിക്കാറില്ല. അതായത് ഇപ്പൊ ചിലപ്പോൾ ചോദിക്കും എന്താണ് WW. അല്ലെങ്കിൽ എന്താണ് ഇതിനൊക്കെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ എന്താണ് ASCII, അല്ലെങ്കിൽ എന്താണ് C ലാംഗ്വേജ് പിതാവാര്, അല്ലെങ്കിൽ ഡഗ്ലസ് ഏംഗൽബർട്ട് ആര് തുടങ്ങിയ ജസ്റ്റ് ബേസിക് ലെവലൊക്കെ പ്രതീക്ഷിക്കേണ്ടത്. അതുപോലെ ഇൻപുട്ട് ഡിവൈസ് എന്താ, എന്തെങ്കിലും ഔട്ട്പുട്ട്, അല്ലെങ്കിൽ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഫിഷിംഗ് എന്താ, അല്ലെങ്കിൽ എന്താണ് സൈബർ ക്രൈം, കുറെ കീവേഡ്സുകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താണ് വൈറസ്, ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മൾ നോർമലി ഒരു ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ സിലബസിൽ വരുന്ന കാര്യം തന്നെയാണ് IT ആൻഡ് സൈബർ ലോയും കോൺസ്റ്റിറ്റ്യൂഷനും. അപ്പൊ അത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് എന്താണെങ്കിലും 20 മാർക്കിൽ ഒരു 10-15 മാർക്കെങ്കിലും മിനിമം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് കട്ട് ഓഫ് എത്ര വരുന്നത്, കഴിഞ്ഞ കട്ട് ഓഫ് 52, അങ്ങനെയെങ്കിൽ ഒരു 60 മാക്സിമം വരാം, അല്ലെങ്കിൽ 60-65 വരാൻ വരുള്ളൂ. എന്നാൽ പോലും നിങ്ങൾ ആലോചിക്കുക, ഇവിടുത്തെ നിങ്ങൾക്ക് 15 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് ഫിസിക്സും കെമിസ്ട്രിയും. ഈ ഫിസിക്സും കെമിസ്ട്രി നമുക്കറിയാം ഇതെന്താണ്, ഡിഗ്രി ബേസ്ഡ് എക്സാം ആണെങ്കിൽ പോലും നമുക്കറിയാം അതിന് മുമ്പ് എല്ലാവരും രണ്ടുപേരും ഫിസിക്സുകാരും കെമിസ്ട്രിക്കാരും കോമൺ ആയിട്ട് വരുന്ന ഇതിൽ നിന്നാണ്, +2 സയൻസിൽ നിന്നാണ്. അപ്പൊ +2 ഫിസിക്സ് സയൻസിലെ ഫിസിക്സും കെമിസ്ട്രി അല്ലെങ്കിൽ NCERT കെമിസ്ട്രി അതുപോലെ NCERT ഫിസിക്സ് 100% ഒരാൾ എന്ത് ചെയ്യണം, ഇത് പഠിക്കുന്ന ആൾ കവർ ചെയ്തിരിക്കണം. എവിടുന്ന് ക്വസ്റ്റ്യൻ വരാം, അത് ബേസ് ആണ്. അപ്പൊ ആ ബേസ് തറവാക്കുക. അതായത് +2 ലെവലിലുള്ള എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ലെവലിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്യുക. ആ ലെവലിലുള്ള PFO നമുക്ക് ലാബ് അസിസ്റ്റന്റിന്റെ ആ ലാബിന്റെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അതിൽ ഫിസിക്സും കെമിസ്ട്രി ടോപ്പിക്സ് വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഫിസിക്സും കെമിസ്ട്രി ആണെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സിലബസ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി കെമിസ്ട്രിക്കാർക്കാണെങ്കിൽ സാനിറ്ററി കെമിസ്ട്രി, അതുപോലെ ടെക്നിക്കൽ അസിസ്റ്റന്റ്, ബൈൻഡിങ് അസിസ്റ്റന്റ് തുടങ്ങിയ ഒരുപാട് എക്സാമുകൾ വിളിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതിന്റെ സിലബസ് നോക്കിയാൽ ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടും. അത് കറക്റ്റ് സ്പെസിഫിക് ആയിട്ട് പറയാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഒരു കോമൺ ആയിട്ടുള്ള ബേസിക് ആയ കാര്യങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയിപ്പിക്കുക. നമുക്ക് സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ നമുക്ക് പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അതായത് അതിന്റെ ഒരു കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കയ്യിലുള്ളൂ, അല്ലാണ്ട് സിലബസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡീകോഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എന്തായാലും ഉടനെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിച്ച ഈ 10 ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ IT ഏതൊക്കെ വന്നത്, അതുപോലെ ഫിസിക്സും കെമിസ്ട്രി അയ്യോ ബുദ്ധിമുട്ടാണോ, അല്ല. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. വളരെ ബേസിക് ലെവലിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. അതായത് ഡയറക്റ്റ് ഫിസിക്സിൽ നിന്ന് ഫുൾ ഡെപ്തിലേക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, അതേപോലെ കെമിസ്ട്രിയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഇനി വന്നാൽ തന്നെ നിങ്ങൾ ആലോചിക്കുക, ഫിസിക്സിൽ നിന്ന് 40 മാർക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 30 മാർക്ക് സ്കോർ ചെയ്താൽ മതി. അപ്പൊ 30 അല്ല, ഒരു 25 പ്രതീക്ഷിച്ചാൽ മതി. ഫിസിക്സിൽ ഇനി എത്ര ടഫ് ചോദിച്ചാലും എങ്ങനെ ഒരു അത്യാവശ്യം ഒരു NCERT ബേസിൽ ഒരാളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഡിഗ്രി ഒരു ഏകദേശം ബേസിക് അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഫിസിക്സിൽ 40 മാർക്ക് നിങ്ങൾ എത്ര സ്കോർ ചെയ്യാം, നിങ്ങളൊരു
ഒരു ഇതിൽ നിന്ന് എന്ത് 40 മാർക്കിൽ നിന്ന് ഇതിൽ ഒരു 20 അല്ലെങ്കിൽ 25 മാർക്ക് പ്രതീക്ഷിച്ചോളൂ. ഇനി കെമിസ്ട്രിയിൽ നിന്ന് എന്ത് അത്യാവശ്യം കുഴപ്പമില്ലാതെ പ്രിപ്പയർ ചെയ്ത ഒരാൾക്ക് എന്തായാലും 20 to 25 പ്രതീക്ഷിക്കാം. പിന്നെ IT ആൻഡ് സൈബറിൽ എങ്ങനെയാണെങ്കിലും 5 മുതൽ 5 മാർക്ക് മിനിമം, അല്ലെങ്കിൽ 5 to 8 മാർക്ക് എന്തായാലും കിട്ടും. ഇനി അടുത്ത എന്താ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ പഠിച്ചാലും ഒരു 8 മാർക്ക്, 5 to 8 മാർക്ക് പ്രതീക്ഷിച്ചോളൂ. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, 25, 25, 50, 60 മാർക്ക് ഇവിടെ തന്നെ ആയി. ഇത് ഞാൻ പറഞ്ഞ ഒരു ആവറേജ് സ്റ്റുഡൻസിനെ കുറിച്ചാട്ടോ. അതായത് +2 NCERT പഠിച്ച ഒരാൾക്ക് ബി NCERT അതുപോലെ എന്ത് ഈ മറ്റേ LDC തുടങ്ങിയ PSC ജനറൽ PSC പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇവിടെ ശരിക്കും 20 മാർക്കിൽ 18 മാർക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സ്കോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ 15 അതിൽ നിന്ന് കിട്ടും. ഓക്കെ, 15 അതിൽ നിന്ന് കിട്ടും. അതേപോലെ ഇതിൽ നിന്ന് ഈ ഫിസിക്സ് കെമിസ്ട്രി 80 മാർക്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 50 മാർക്കിന് വാങ്ങിക്കാലോ. അതായത് ഈ 2 ഇതിൽ നിന്നും കൂടി നിങ്ങൾ ഈ 2 ടോപ്പിക്കിൽ നിന്നും കൂടി നിങ്ങൾ എത്ര ഒരു 80 മാർക്ക് ടോട്ടൽ, അതിൽ ഒരു 50 മാർക്കെങ്കിലും വാങ്ങാൻ ശ്രമിച്ചാൽ മതി. ബാക്കി ഔട്ട് ഓഫ് സിലബസ് വന്നോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും വന്നോട്ടെ, എന്നാ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് എഴുതാം. 80 മാർക്കിൽ 50 മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ മതി, പ്രിപ്പയർ ചെയ്താൽ. നിങ്ങൾ ആലോചിക്കുക, 80ന്റെ 50 പറഞ്ഞാൽ ഏകദേശം എത്ര വരുന്നുള്ളൂ, എത്ര വരുന്നുള്ളൂ, ഒരു 60% വരുന്നുള്ളൂ. നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, ഈ ഫിസിക്സും കെമിസ്ട്രിയിൽ നിന്ന് ആകെ 60% പഠിച്ചാൽ മതി. ആദ്യത്തെ അങ്ങനെ പഠിക്കണ്ട, എന്തായാലും പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഒരു 80% ലെവലിലേക്ക് എല്ലാം പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്തായാലും ലിസ്റ്റിൽ വന്നാൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ കട്ട് ഓഫ് എത്ര വന്നു നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. അതേപോലെ IT ആൻഡ് സൈബറിലോ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. അത് ഓൾറെഡി ഡിഗ്രി നിങ്ങൾ PSC പഠിക്കുന്ന ആളുകളാണ്, എഴുതുന്ന ആളുകളാണ്. ഇനിയിപ്പോ പാസ് ഔട്ട് ആയ ആളെ സംബന്ധിച്ച്, ഇപ്പൊ ഡിഗ്രി ഇപ്പൊ കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ച് ബി ഒരു സ്ട്രഗ്ലിംഗ് ഇത് തന്നെ IT സൈബറിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവാം. പക്ഷെ ഓൾറെഡി PSC പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൽ 20 മാർക്കിൽ നിങ്ങൾക്ക് എന്തായാലും 15 മാർക്ക് മിനിമം എങ്ങനെ പോയാലും കിട്ടും. ഞാൻ അത് എഴുതിങ്ങാണ്ട് അത് നോക്കണ്ടെന്നല്ല കേട്ടോ, അത് നോക്കണം. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇതാണ് സിലബസിന്റെ കാര്യങ്ങൾ. ഇനി ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നിലവിൽ സിലബസ് വന്നാലേ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ. എന്നാ പോലും ഒരു ഡിഗ്രി ലെവൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് +2 വരെ, അതായത് 5ാം ക്ലാസ് മുതൽ +2 വരെ NCERT, ഞാൻ സ്ഥിരം പറയുന്ന കാര്യമാണ്. ഒരു PSC ഫീൽഡ് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് 5 മുതൽ +2 വരെ NCERT കംപ്ലീറ്റ് പഠിക്കുന്ന നിർബന്ധമാണ്. അവിടെ പ്രത്യേകിച്ച് ഫിസിക്സ് കെമിസ്ട്രി ഒന്നുമില്ല, ഏതും പഠിക്കാം. ഇത് ഞാൻ ഇതെന്നല്ല കേട്ടോ, ഏത് എക്സാമിനെ സംബന്ധിച്ച്, PSC എക്സാമിനെ സംബന്ധിച്ച്, അതിനി സ്റ്റേറ്റ്മെന്റ് ആവട്ടെ, റിട്ടേൺ ടെസ്റ്റ് ആവട്ടെ, എങ്ങനത്തെ എക്സാം ആണെങ്കിലും 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT, ഞാൻ SCERT കാര്യമില്ല പറഞ്ഞ NCERT. ഓക്കെ, NCERT സ്റ്റാൻഡേർഡ് ബുക്കാണ്. ആ സ്റ്റാൻഡേർഡ് ബുക്ക് മാക്സിമം എന്ത് ചെയ്യുക, കവർ റിവൈസ് ചെയ്ത് കാലിലെ പച്ചളവനെ പോലെ പഠിക്കുക. അതാകുമ്പോൾ ബേസ് തയ്യാറായി കഴിഞ്ഞാൽ അതിന് സിവിൽ സർവീസ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എന്തായാലും നമ്മൾ ഈ എക്സാം FPS സംബന്ധിച്ച് നിങ്ങൾ NCA നമ്മുടെ +1 +2 NCERT അടിപൊളിയായിട്ട് കവർ ചെയ്യൽ നിർബന്ധമാണ്. ഓക്കെ, അത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനു മുമ്പത്തെ എക്സാമിൽ ഇപ്പൊ ലാബസ്റ്റിന്റെ സിലബസ് നോക്കിയാൽ കിട്ടും, അല്ലെങ്കിൽ എന്താണെങ്കിലും നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു CUT UG പഠിച്ച ആളുകൾ ഇതിലുണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഒരു കോമൺ PSC പഠിക്കുന്ന ആളുകൾ ഇതിലുണ്ടാവും. നിങ്ങളെ സംബന്ധിച്ച് ഈ ഫിസിക്സും കെമിസ്ട്രിയും എന്തായാലും ഞങ്ങൾ എന്ത് ചെയ്യും, ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന അറിയിക്കുകയാണ്. 80ൽ ഒരു 60 മാർക്ക് എന്ത് ചെയ്യാം ഞങ്ങൾ, അല്ലെങ്കിൽ 80 ഞങ്ങളുടെ ടാർഗറ്റ് എന്നാണെങ്കിൽ പോലും 80-60 മാർക്ക് പഠിപ്പിക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യും, എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതുപോലെ IT ആൻഡ് സൈബറിൽ ഓൾറെഡി നമ്മൾ സിവിൽ സർവീസിന്റെ നിങ്ങൾക്ക് NCERT തയ്യാറാക്കാൻ വേണ്ടി ഞങ്ങൾ ഓൾറെഡി NCERT സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 6ാം ക്ലാസ്. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മനസ്സിലാവും. നമ്മുടെ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ ക്ലാസ് സൗജന്യമാണ്. അത് നമ്മുടെ യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഓക്കെ, അപ്പൊ NCERT ബേസിക്സ് അവിടുന്ന് കിട്ടും. പിന്നെ നമ്മുടെ ഇതിൽ ഓൾറെഡി ഞങ്ങൾ 1 മുതൽ 10 ക്ലാസ് വരെ +2 വരെ കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ട്യൂഷൻ ക്ലാസ് സൗജന്യം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം ബേസിക് കാര്യങ്ങൾ ഫിസിക്സും കെമിസ്ട്രിയും എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേലിസ്റ്റ് അത് കിടക്കുന്നുണ്ട്. +1 +2 ഒക്കെ സിലബസ് കിടക്കുന്നുണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കണ്ട ഏകദേശം കാര്യങ്ങൾ കിട്ടും. പിന്നെ നമ്മൾ ഓൾറെഡി ലാബ് അസിസ്റ്റന്റിന് KW കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന് കംപ്ലീറ്റ് സിലബസ് നമ്മൾ എടുത്ത് തീർത്താണ്. അതിന്റെ പോർഷൻ നമ്മുടെ സൈറ്റിൽ, നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അതിപ്പോ നിലവിൽ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യും, പെയ്ഡ് സ്റ്റുഡൻസിന് അത് അവൈലബിൾ ആയി കൊടുക്കും. എന്തായാലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബേസിക് ക്ലിയർ ആക്കാൻ അത് കാണാം. അതേപോലെ എന്തൊരു കെമിസ്ട്രി കാര്യം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി സാനിറ്ററി കെമിസ്ട്രിന്റെ ഫുൾ സിലബസ് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരു ബേസിക് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും ഓൾറെഡി നമ്മുടെ നിലവിൽ ഞങ്ങൾ ചെയ്ത ക്ലാസ്സുകൾ നോക്കിയാൽ തന്നെ ഏകദേശം നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും. അതുപോലെ നമ്മൾ സിവിൽ സർവീസിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതേപോലെ SCERT സീരീസ് നമ്മൾ ഓൾറെഡി PSC കൊടുത്തിട്ടുണ്ട്.
പിന്നെ നമ്മുടെ മറ്റ് എക്സാമുകൾക്കുള്ള ഇപ്പോ നിലവിൽ LSCS മെയിൻസ് എക്സാം വരികയാണ്. 100ഓളം വീഡിയോസ് പ്രിലിംസ് മെയിൻസ് ആയിട്ട് നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. എല്ലാ ക്ലാസ്സും ലൈവ് ക്ലാസ് തന്നെയാണ്. അതേപോലെ ഇനി ഞങ്ങൾ ഓൾറെഡി ഇന്നലെ മുതൽ അല്ലെങ്കിൽ ഇന്ന് മുതൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏതിന്റെ? നമ്മുടെ LSCS മെയിൻസിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സിലബസ് അവിടെ ഇപ്പൊ അഡ്മിഷൻ എടുക്കുന്ന ആൾക്ക് സൗജന്യമാണ്. വേഗം അഡ്മിഷൻ എടുക്കാം. അത് സൗജന്യം കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് പേര് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. അപ്പൊ ലിസ്റ്റിൽ വന്ന പ്രിലിംസ് കിട്ടിയ ആളുകൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, LSCS മെയിൻസ് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് അല്ല എന്ന് ആലോചിക്കുക. കാരണം എന്താ, LSCS മെയിൻസിന് പഠിക്കുക. അപ്പൊ അവരെ സംബന്ധിച്ച് എന്താ, ഈ എക്സാം വരും ഈ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ചെയ്താലോ. നമ്മളിപ്പോ ഈ 20 മാർക്ക് അവിടെ മിസ്സായി പോകില്ല. പിന്നെ എക്സ്ട്രാ പഠിക്കേണ്ട ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു. NCERT കവർ ചെയ്ത ഒരാളെ സംബന്ധിച്ച് 80 മാർക്കിൽ 60 മാർക്ക് എന്തായാലും കിട്ടും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 50 മാർക്കേയും കിട്ടും. നമുക്ക് കട്ട് ഓഫ് എത്ര വന്നിട്ടുള്ളൂ? വെറും 50 to 60, 65 റേഞ്ച് മാക്സിമം വരാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, എങ്ങനെ പോയാലും ഈ സബ്ജക്റ്റിന് ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ഫിസിക്സും കെമിസ്ട്രി അത്യാവശ്യം അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അവന് 60ന് മുകളിൽ മാർക്ക് വാങ്ങാനുള്ള വകുപ്പുണ്ട്. ഇനി മേ ബി നമ്മുടെ ലേറ്റസ്റ്റ് റെഗുലേഷൻ പ്രകാരം ഇത് സബ്ജക്ട് ബേസ്ഡ് ഏകദേശം ആയതുകൊണ്ട് തന്നെ ഈ പോർഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇത് ഒഴിവാക്കുന്നല്ല കേട്ടോ, സിലബസ് വന്നാലേ അറിയുള്ളൂ. മേ ബി ഈ IT ആൻഡ് സൈബറിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷൻ ഒഴിവാക്കിയാലും അപ്പൊ എന്ത് ചെയ്യും, 100 മാർക്കിനാണ് ഫിസിക്സും കെമിസ്ട്രിന്ന് വരിക. ഓക്കെ, 100 മാർക്കിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 60% മാർക്ക് വാങ്ങിയാൽ മതി. ഓക്കെ, 60 to 65% മാർക്ക് വാങ്ങിയാൽ മതി. അപ്പോഴും സിലബസ് ഏകദേശം ഒരു ആവറേജ് ലെവൽ പഠിച്ചവരെ സംബന്ധിച്ച് എന്തായാലും ലിസ്റ്റിൽ വരും. അങ്ങനെയെങ്കിൽ വൃത്തിക്ക് ടൈം ബേസ്ഡ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സുഖസുന്ദരമായിട്ട് ഈ എക്സാം ക്ലിയർ ചെയ്യാതെ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് വെറുതെ പഠിച്ച് വെറുതെ എന്താ പറയാ, ലിസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ, എക്സാമിന് അപ്ലൈ ചെയ്താൽ മാത്രം പോരാ. ഞാൻ പറഞ്ഞല്ലോ, നല്ല രീതിയിൽ പഠിക്കുക വേണം. അപ്പൊ ഇതിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടിയില്ല. സിലബസ് ഇതാണ്, നമുക്ക് കറക്റ്റ് ഡീകോഡ് ചെയ്യാം. എന്നാണെങ്കിലും ടെസ്റ്റ് ആണ്, 75 മിനിറ്റ് ആണ് ഉണ്ടാവുക. ഇപ്പൊ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇനി നമ്മുടെ കാര്യങ്ങൾ. ഓക്കെ, ഇനി എന്തൊക്കെ ഡൗട്ടുള്ള പറയൂ. ഇനി ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് ജസ്റ്റ് ബ്രീഫ് ചെയ്യണോ? എനിബഡി? കുറെ പേര് അഡ്മിഷൻ എടുത്ത ആളുകൾ ഉണ്ടാവും. എന്നാൽ ജസ്റ്റ് ഒന്ന് ബേസിക്കലി ഞങ്ങൾ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നല്ല പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ കോഴ്സിന്റെ ഫീ. നമുക്ക് പിന്നെ രഹസ്യമൊന്നുമില്ല. നമ്മുടെ ഫീസ് ഇതാണ്. നോർമൽ ഫീ 4000 രൂപ, അതായത് 3999. ഇതൊരു ഭംഗിക്ക് വേണ്ടി കൊടുത്താണ് കേട്ടോ, പറയാലോ. 4000 രൂപയാണ് കോമൺ ആയിട്ട് നമ്മുടെ ഫീ വരുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സും ലൈവ് ക്ലാസ് ഞങ്ങൾ ഇതുവരെ യൂട്യൂബിൽ 500ന് മുകളിൽ ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് വീഡിയോ ഇപ്പൊ നിങ്ങൾ നോർമലി സെർച്ച് ചെയ്യുമ്പോൾ 400 സംതിങ് കാണുന്നുണ്ടാവുള്ളൂ. പക്ഷെ കുറെ വീഡിയോ ഉണ്ട് നമ്മൾ പ്രൈവറ്റ് ആയി വെച്ചിട്ടുണ്ട്. കാരണം പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടി പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നിലവിൽ ഞങ്ങൾ 500ലേറെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസും എന്താണ്, ലൈവ് വീഡിയോസ് ആണ്. സൂം ഇതിലെ പ്ലാറ്റ്ഫോമിൽ നമ്മളതിൽ സൂമിന്റെ 2 ലൈസൻസ് പെയ്ഡ് വെർഷൻസ് ഉണ്ട്. അതിലാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നത്. അപ്പൊ ക്ലാസ്സുകൾ നടക്കുന്നത് ഇതിലാ, സൂമിലാണ്. ലൈവ് ക്ലാസ് തന്നെയാണ്. ഇനി മേ ബി സിലബസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാം, സിലബസ് തീരേണ്ട ആവശ്യമൊന്നുമില്ല. ഓൾറെഡി നമുക്ക് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ട്, ഡിഗ്രി ലെവൽ പ്രിലിംസും മെയിൻസും ക്ലാസ് കൊടുക്കുന്നുണ്ട്. സിവിൽ സർവീസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റ് PG ലെവൽ എക്സാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ ഞങ്ങൾ ഓൾറെഡി ചെയ്ത ഫ്രീ ക്ലാസ്, പിന്നെ അതുപോലെ 1 മുതൽ +2 വരെ ക്ലാസ് കുട്ടികൾക്ക് സൗജന്യ ക്ലാസ്സുകളും ഓൺലൈൻ കൊടുക്കുന്നുണ്ട്. CUET UGയുടെ ക്ലാസ്സുകൾ അതിലുണ്ട്. അപ്പൊ ഞാൻ അതൊക്കെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഫിസിക്സും കെമിസ്ട്രി എന്നുള്ള കാര്യങ്ങൾ ഏകദേശം ഒരു കോൺഫിഡന്റോടെ എക്സാം എഴുതാൻ പറ്റും. പിന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും എന്താണ്, ലൈവ് ക്ലാസ് പറഞ്ഞു. മേ ബി അതിൽ എന്തുകൂടി ഉണ്ടാവാം, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ടാവാം. അപ്പൊ ലൈവും റെക്കോർഡും ക്ലാസ്സും ഉണ്ടാവും. അടുത്ത നമ്മള് മോഡൽ എക്സാം, നമ്മൾ ഓരോ ക്ലാസ്സിനും എന്തുകൂടെ കണ്ടക്ട് ചെയ്യാറുണ്ട്, മോഡൽ എക്സാംസ് കൊടുക്കാറുണ്ട്. അതായത് ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ ക്വിസോറിലോ ഞങ്ങൾ ഓരോ 1 hour ക്ലാസ്സിന്റെയും എന്തുണ്ടാവും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു 10 മുതൽ 20 ക്വസ്റ്റ്യൻ വരെ ഉണ്ടാവാം. മിനിമം ഒരു 10 എണ്ണെങ്കിലും ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഏത് ക്ലാസ് ആണെങ്കിലും അതിന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ട് ഒന്നെങ്കിൽ മുൻവർഷ ചോദ്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പിൾ ക്വസ്റ്റ്യനോ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അടുത്തത് മോഡൽ എക്സാം. ഇത് മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓരോ ക്ലാസ്സിന്റെയും PDF നോട്ട്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ അതിന്റെ MCQ പ്രൊവൈഡ് ചെയ്യും. പിന്നെ കൊടുക്കുന്നത് ഓരോ ആഴ്ചയിലും ഒന്നെങ്കിൽ വീക്ക്ലി റിവിഷൻ ടെസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ റിവിഷൻ ടെസ്റ്റ് നടത്താറുണ്ട്. ആ റിവിഷൻ ടെസ്റ്റിൽ നിർബന്ധമായിട്ടും നമ്മുടെ സ്റ്റുഡൻസ് 75% സ്കോർ ചെയ്തില്ലെങ്കിൽ അവർക്ക് പിന്നെ ലൈവ് ആക്സസ് കൊടുക്കൂല എന്ന് അറിയിക്കുകയാണ്. കാരണം എന്താ, ഞങ്ങൾ വെറുതെ പഠിപ്പിക്കുക മാത്രമല്ല, നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് 100% ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യും. ഓക്കെ, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് കുറഞ്ഞ ഫീസിൽ എവിടെ ഈ കോഴ്സ് കിട്ടൂല. കാരണം ഞങ്ങളിത് പ്രോഫിറ്റ് ഓറിയന്റഡ് ചെയ്യുന്ന കാര്യമല്ല. എന്നാൽ പോലും ഇത് ഫീസ് വെച്ചിട്ടില്ലെങ്കിൽ
ആ സീരിയസ്നെസ് ഇല്ലാത്ത കൊണ്ടാണ് എന്ത് ചെറിയ ഫീസ് വെച്ചിട്ടുള്ളത്. അതന്നെ നമ്മളെന്ത് ഇപ്പൊ ഈ ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഓഫർ കൊടുത്തിരുന്നു 78% നമ്മൾ ഓഫർ കൊടുത്തിരുന്നു. എന്നാലും നമ്മളിപ്പോ യൂട്യൂബ് ചാനലിൽ കൊണ്ട് 1000 സബ്സ്ക്രൈബേഴ്സ് ഇന്ന് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് എന്തായാലും ആവും, അല്ലെങ്കിൽ നാളെ ആവും. അപ്പൊ നമ്മുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് 1000 ആയതുകൊണ്ട് നമ്മൾ എന്തായാലും ഒരു ഓഫർ ഉടനെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഉടനെ പറയാം. അതുപോലെ നമ്മൾ ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ സ്കോളർഷിപ്പ് അവൈലബിൾ, അല്ലെങ്കിൽ ഫീ റിഡക്ഷൻ ഉണ്ടാവും. അതായത് 100 മാർക്ക് ക്വസ്റ്റ്യനിൽ 100 മാർക്ക് കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് ഞങ്ങൾ 100% എന്ത് ചെയ്യും, അവർക്ക് ഫീ കുറച്ച് കൊടുക്കാം, അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. അതേസമയം അവർക്ക് എന്ത് 100 മാർക്കിന്റെ എക്സാം ഞങ്ങൾ സ്കോളർഷിപ്പ് ടെസ്റ്റിൽ അവർക്ക് 78 മാർക്ക് കിട്ടിയതെങ്കിൽ അവർക്ക് 78% എന്ത് ഫീ റിഡക്ഷൻ ഉണ്ടാവും. അവർക്ക് ആകെ 22% എഴുതിയാൽ മതി. അതുപോലെ ഇനി 40 മാർക്ക് കിട്ടിയെങ്കിൽ അവർ എത്ര അടക്കണ്ടേ, 60% അവർ ഫീ അടച്ചാൽ മതിയാവും. 40% ഡിസ്കൗണ്ട് ഉണ്ടാവും. അതായത് നമ്മൾ നടത്തുന്ന ഓൾ കേരള സ്കോളർഷിപ്പ് ടെസ്റ്റ് വരുന്നുണ്ട്. ആ സ്കോളർഷിപ്പ് ടെസ്റ്റിൽ നിങ്ങൾ എന്ത് കിട്ടുന്ന മാർക്ക് അനുസരിച്ചുള്ള ഫീ റിഡക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആർക്കും അത് 100% സ്കോളർഷിപ്പ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അതപ്പോ നമ്മുടെ പ്ലാറ്റ്ഫോം ഉള്ളത് സൂമിലാണ് ക്ലാസ്സുകൾ ഉണ്ടാവുക. സൂമിൽ നമ്മുടെ എല്ലാ ക്ലാസ്സും ഇന്ററാക്റ്റീവ് ക്ലാസ്സുകൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പിന്നെ ഓക്കെ, സിലബസ് ഇത് തന്നെ. അതായത് നമ്മുടെ മുൻവർഷ ചോദ്യങ്ങളും ഏകദേശം +2 ഡിഗ്രി ലെവൽ ബേസ്ഡ് കാര്യങ്ങളായിരിക്കും. ഇനി ഫിംഗർ പ്രിന്റ് ടെസ്റ്റിന്റെ FPS-ന്റെ സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവും. അതായത് 10 മാർക്ക് ഏതിൽ നിന്ന് വരും, IT ആൻഡ് സൈബറിൽ വരും. അതുപോലെ 10 മാർക്ക് ഏതിന് വരും, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വരും. അതുപോലെ 40 മാർക്ക് ഫിസിക്സ്, 40 മാർക്ക് കെമിസ്ട്രി. അത് നമ്മുടെ NCERT അല്ലെങ്കിൽ ഓൾറെഡി ഞങ്ങൾ ചെയ്ത ക്ലാസ്സിൽ നിന്നുള്ളൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അതിൽ വരാം. അപ്പൊ നിങ്ങളുടെ ഭാഗ്യം പോലെ ഉണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യാം, നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞങ്ങളുടെ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അല്ലെങ്കിൽ അതിൽ പ്ലേലിസ്റ്റ് പോവുക, അതിൽ ക്ലാസ്സുകൾ ഉണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം. നിലവിൽ ഞാൻ പറഞ്ഞു CUET UGയുടെ ക്ലാസ്സുകൾ അതിലുണ്ട്. ആ +2 ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞ ആളുകൾക്ക് അത് ചെയ്താൽ CUET UG, അപ്പൊ അതിന്റെ മെറ്റീരിയൽ അതിലുണ്ട്, അത് കാണാം. അതേപോലെ എന്ത് നോർമൽ ഒന്നും ഒരു വക അറിയാത്ത ആളെ സംബന്ധിച്ച് NCERT പണ്ട് പഠിച്ചാണ്, അയ്യോ എനിക്ക് അന്ന് അത് പഠിച്ച അന്നോ അതോടെ മറന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്ത് ചെയ്യാം, ബേസ് കിട്ടാൻ വേണ്ടി നോർമലി ഞങ്ങൾ എന്ത് ട്യൂഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാം, ഫിസിക്സും കെമിസ്ട്രിയും ക്ലാസ്സുകൾ അത് കാണാം. ഓക്കെ. അതേപോലെ എന്ത് NCERT ഇപ്പൊ ഒരു സിവിൽ സർവീസ് പഠിക്കുന്നതിനെ സംബന്ധിച്ച് ബേസ് കറക്റ്റ് ആക്കണം. അതിനുവേണ്ടി ഫൗണ്ടേഷൻ ക്ലാസ് ഓൾറെഡി കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് NCERT ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് അല്ലെങ്കിൽ ഫിസിക്സ് നോക്കാം, +2 അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള NCERT അല്ലെങ്കിൽ SCERT-യിലെ ഫിസിക്സ് കെമിസ്ട്രി ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുക, വേറെ ഒന്നുമില്ല. ഓക്കെ, അത് നിർബന്ധമാണ്. അതുപോലെ നമ്മൾ ഓൾറെഡി എന്ത് സ്റ്റാൻഡേർഡ് ഇതിന്റെ ഓരോ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഫിസിക്സിനെ സംബന്ധിച്ച് ഡിഗ്രി ആവട്ടെ PG ലെവൽ ആവട്ടെ, നമ്മൾ ഏത് ബുക്ക് ആർത്തർ ബേസ്ഡ് അറിയുന്നുണ്ടോ, മോഡേൺ ഫിസിക്സ്. അതുപോലെ ഇലക്ട്രോണിക്സ് വല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ VK റെഫർ ചെയ്യാം. അതുപോലെ സത്യപ്രകാശ് ഉണ്ട്, അരുൾദാസ് ഉണ്ട്, ഒരുപാട് സ്റ്റാൻഡേർഡ് ബുക്കുകൾ ഉണ്ടാക്കുക, നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഒരുപാട് സിമ്പിൾ ബുക്കുകൾ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഒരു ബേസ് കറക്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിൽ NPTEL IIT-ന്റെ ക്ലാസ്സുകളുണ്ട്. NPTEL ക്ലാസ് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞങ്ങളുടെ ക്ലാസ് തന്നെ കാണാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എവിടെയാണെങ്കിലും സ്മാർട്ടായി പഠിച്ചത് തന്നെ കാര്യമുള്ളൂ. വെറുതെ പോയി പഠിച്ചാൽ ഒന്നും കിട്ടൂലെന്ന് അറിയിക്കാണ്. ഇതിനെ ആ സീരിയസ്നെസ്സോടെ കാണാം. അതായത് ഒരുപാട് 100 പഠിക്കണം എന്നില്ല. 100ൽ 60-65% പഠിച്ചത് തന്നെ അങ്ങനെയല്ല, സ്കോർ ചെയ്യേണ്ടത് 60-65% ആണെങ്കിൽ പോലും നിങ്ങൾ പഠിക്കുമ്പോൾ 80% പഠിക്കുക. അതായത് 100ൽ 80 മാർക്ക് കിട്ടുന്ന തരത്തിൽ തന്നെ പഠിക്കുക. പിന്നെ സിലബസ് നോക്കി തന്നെ പഠിക്കുക. അല്ലാണ്ട് ഞാൻ ഡിഗ്രി ഇത്ര മാർക്ക് ഉണ്ട് അതുകൊണ്ട് തോന്നിയ പോലെ പഠിച്ചിരിക്കുക. സ്മാർട്ട് സ്റ്റഡി എന്നുള്ള കാര്യമുണ്ട്. സ്മാർട്ടായിട്ട് പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും തോന്നിയ പോലെ സിലബസ് നോക്കാണ്ട് തോന്നിയപടി പഠിച്ചിട്ട് കാര്യമില്ല. അതേസമയം എന്ത് സിലബസ് നോക്കാണ്ട് +2 വരെ പഠിച്ച ഒരാളെ സംബന്ധിച്ച് +2 ഫിസിക്സും കെമിസ്ട്രിയും ബേസ് ഉണ്ടെങ്കിൽ അവന് ചിലപ്പോൾ റാങ്ക് ലിസ്റ്റ് വരും. അതേസമയം ഡിഗ്രി 100 കിട്ടിയ ഒരാളെ സംബന്ധിച്ചും അവനക്ക് എന്ത് സിലബസ് നോക്കാണ്ട് തോന്നിയ പോലെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവന് എന്ത് കിട്ടൂല, ആ ലിസ്റ്റ് വരില്ല. ഓക്കെ, അപ്പൊ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ സ്മാർട്ട് പ്ലാൻ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ ആയിരിക്കും. സിലബസിലെ കാര്യങ്ങൾ പച്ചളം പോലെ പഠിപ്പിച്ചു തരും, അത് വൃത്തിക്ക് തന്നെ പഠിപ്പിച്ചു തരും. അത് 100% കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. അതേപോലെ ഞങ്ങൾ ഈ എമൗണ്ട് ഇപ്പൊ നിങ്ങളിപ്പോ ഇനിയിപ്പോ ഓഫർ ഇല്ലെങ്കിൽ 4000 രൂപ, അതിൽ തന്നെ നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ആർക്കൊക്കെ 50% ഓഫർ ഉണ്ട്. എല്ലാ വനിതകളും, എല്ലാ വുമൺ അല്ലെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഗേൾ സ്റ്റുഡൻസിന് നമ്മുടെ എല്ലാ ക്ലാസ്സുകളും, ഞങ്ങൾ നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും 50% റിഡക്ഷൻ ഉണ്ട്. അതേപോലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള, അതായത് നമ്മുടെ SC ST അല്ലെങ്കിൽ EWS BPL തുടങ്ങിയ അല്ലെങ്കിൽ സാമ്പത്തിക വളരെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് 50%, അതുപോലെ വനിതകൾക്കും 50% ഓഫർ ഓൾറെഡി ഞങ്ങൾ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവൈൽ ചെയ്യാവുന്നതാണ്. ഈ നോർമൽ ഫീ ആണ് 4000. അതന്നെ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞങ്ങൾ യൂട്യൂബ് 1000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് ഞങ്ങളൊരു
1000 രൂപക്ക് മേ ബി ഈ കോഴ്സ് വിൽക്കാൻ ചെറിയ പ്ലാൻ ഉണ്ട് 1-2 ദിവസത്തിന് മേ ബി 1000 രൂപക്ക് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് ഫ്ലാറ്റ് ഓഫർ നമ്മൾ കൊടുക്കും, 2 ദിവസം എന്തായാലും കൊടുക്കും. ഓക്കെ, ഇന്ന് ഞാൻ പറയുന്നു, ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഇന്ന് മുതൽ 48 മണിക്കൂർ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ 2 ദിവസത്തിന് ഓഫർ 1000 രൂപക്ക് നമ്മുടെ ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാം. അതേപോലെ ഇത് മാത്രമല്ല, ഞങ്ങൾ നടത്തുന്ന ഡിഗ്രി ലെവൽ എല്ലാ ക്ലാസ്സുകൾക്കും 1000 രൂപ ഫീസ് ഉണ്ടാവുള്ളൂ. 4500 കോഴ്സൊക്കെ ആ റേഞ്ചിലെ ഫീസ് ഉണ്ടാവുള്ളൂ. അതുപോലെ PGന്റെ ഫീസും ആകെ 1000 രൂപ. അതായത് സയന്റിഫിക് ഓഫീസറിന്റെ ഫീസും 2 ദിവസത്തിന്, ഇന്ന് ആകുകയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ ആവുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ 2 ദിവസം അല്ലെങ്കിൽ 48 മണിക്കൂർ ഓഫർ ഉണ്ട്. അതായത് ഞങ്ങൾ നടത്തുന്ന ഡിഗ്രി ലെവൽ അതുപോലെ PG ലെവൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് 1000 രൂപക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അത് ഓഫറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഓഫർ ഇത് തന്നെയാണ്. നോർമൽ പെൺകുട്ടി അല്ലെങ്കിൽ വനിതകളാണെന്നുണ്ടെങ്കിൽ, വുമൺ കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 4000 ആണെങ്കിൽ അവർക്ക് എത്ര മതി, 2000 മതി. അതേപോലെ ഞങ്ങളുടെ സ്കീമാണ് വുമൺ എംപവർമെന്റ് ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് അങ്ങനെ കൊടുക്കാറുണ്ട്. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇനി പൈസ എല്ലാം വിചാരിച്ച് കണ്ടാലും ടെൻഷൻ അടിക്കണ്ട, അവർക്ക് 50% ഓഫർ ഉണ്ട്. ഇനി തീരെ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ പേഴ്സണലി കോൺടാക്ട് ചെയ്യൂ. ഞങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളെ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ വരെ പഠിപ്പിക്കാൻ റെഡിയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. ക്ലാസ്സുകൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇതിപ്പോ വെറുതെ പർച്ചേസ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇടക്കിടക്ക് എക്സാമുകൾ ഉണ്ടാവും. ആ എക്സാമിൽ 75% മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളോ മറ്റു കാര്യങ്ങളോ നോട്ട്സോ ഒന്നും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് അറിയിക്കുകയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. എന്നാ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. വിളിച്ചാൽ കിട്ടില്ല, വാട്സപ്പ് ചെയ്യാം. അത് 953-943-8010. ആ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ അഡ്മിൻ നമ്പർ ഉണ്ട് 9746987994. ഇതിൽ വിളിച്ചാൽ കിട്ടൂല എന്ന് നോക്കണ്ട, വാട്സപ്പ് ചെയ്യാം. ഓക്കെ, ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന മീഡിയം വാട്സപ്പ് ആണ്. പിന്നെ അതുപോലെ എന്ത് ചെയ്യാം, ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീൽസ് അക്കാദമി ജസ്റ്റ് NEILS ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ എന്ത് നമുക്ക് അക്കൗണ്ട് ഉണ്ട്. അതുപോലെ ടെലിഗ്രാമിൽ നമുക്ക് ഇതിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇതിന്റെ PDF ഒക്കെ നമ്മൾ നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യാറുള്ളത് ടെലിഗ്രാമിലാണ്. ഇതൊക്കെ പെയ്ഡ് സ്റ്റുഡൻസിന് പ്രൈവറ്റ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവും. പ്രൈവറ്റ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതേപോലെ പെയ്ഡ് സ്റ്റുഡൻസിനായിരിക്കും നമ്മൾ നടത്തുന്ന എല്ലാ ക്ലാസ്സുകളും അവർക്ക് മാത്രമായിരിക്കും കാണുക. മറ്റ് പബ്ലിക് കുറച്ച് അഡ്വർടൈസ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, മേ ബി ചില ക്ലാസ്സുകൾ പബ്ലിക്കായിട്ട് കൊടുക്കാം. എന്നാലും പ്രൈവറ്റ് അല്ലെങ്കിൽ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും നമ്മുടെ ഇതിന്റെ ക്ലാസ്സുകളൊക്കെ റെഗുലർ ആയിട്ട് കിട്ടുക, അതിന്റെ നോട്ട്സ് കിട്ടുക, അതേപോലെ അതിന്റെ MCQ ഒക്കെ കിട്ടുക. ബാക്കി ആളുകൾക്ക് മേ ബി റാൻഡം അപ്ലൈയും കൊടുക്കാം. ഓക്കെ, അതേപോലെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജസ്റ്റ് നീൽസ് അക്കാദമി സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ എന്തെങ്കിലും കാര്യം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിൽ ചെയ്യാം, neelsacademy.edu@gmail.com. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, അതായത് വിളിക്കരുത്, നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. അതാണ് ഈ നമ്പർ 9539438010, അല്ലെങ്കിൽ 97469798 നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഓക്കെ, എന്തുണ്ടെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യും, റിപ്ലൈ തരും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹലോ സാറേ, ഹൈറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ? അത് ഇതിനല്ല, ഇതിന് ഹൈറ്റ് ഒന്നുമില്ല. ഞാൻ പറഞ്ഞതേ അത് ഹൈറ്റിന്റെ കാര്യം പറഞ്ഞത്, മറ്റ് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിന് ഒരു മിനിമം ഹൈറ്റ് എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അത് പോലീസ് എന്നല്ല, ഫയർഫോഴ്സ് ആണെങ്കിലും ഏത് യൂണിഫോം പോസ്റ്റ് ആണെങ്കിലും ഹൈറ്റ് അല്ലെങ്കിൽ ഫിസിക് എന്താണ് റിക്വയർമെന്റ് ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സാം ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ്, നിങ്ങൾ ചില ആളുകൾ എന്താ വിചാരിക്കുക, അയ്യോ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അവ ഫിസിക്കൽ ഉണ്ടോ വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് മുൻകൂട്ടി തുടക്കത്തിലേ പറഞ്ഞത് ഇത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും നമ്മുടെ ഫിംഗർ പ്രിന്റ് സെർച്ചറിനും അതുപോലെ നമ്മുടെ PG കഴിഞ്ഞ ആളുകൾക്കുള്ള സയന്റിഫിക് ഓഫീസറിന്റെ എക്സാമിനും എന്ത് റിക്വയർമെന്റ് അല്ല, ഫിസിക്കൽ ടെസ്റ്റ് റിക്വയർമെന്റ് അല്ല. പക്ഷെ പ്രത്യേകം പറയുന്ന മെഡിക്കൽ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇതിന് ഫിംഗർ പ്രിന്റ് സെർച്ചറിന് കാഴ്ച പരിമിതിയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതിന് എന്തുകൊണ്ടും കാര്യമില്ല, അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂല. പ്രത്യേകം കൊടുത്തു, കണ്ടച്ച ആളുകൾക്കും മേ ബി പറ്റണമെന്നില്ല. അതുപോലെ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് എന്തായാലും പറ്റൂല. അപ്പൊ അതൊക്കെ ഉള്ള ആളുകൾ എന്ത് ചെയ്യുക, ഇത് ദയവേത് അത് ഒഴിവാക്കി വേറെ എക്സാമുകൾ വരുന്നുണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇവിടുത്തെ ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഈ ഓറിയന്റേഷൻ തന്നത്. പിന്നെ സിലബസ്, ലേറ്റസ്റ്റ് സിലബസ് തന്നിട്ടില്ല. അതുകൊണ്ട് ഉള്ള സിലബസ് പ്രകാരം 40 മാർക്ക് ഫിസിക്സ്, 40 മാർക്ക് കെമിസ്ട്രി, ദെൻ 10 മാർക്ക് വീതം IT ആൻഡ് സൈബർ ലോ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ വന്നിട്ടുള്ള മേ ബി ആ 20 മാർക്ക് സബ്ജക്ട് ഓറിയന്റഡ് ആയതുകൊണ്ട് മേ ബി പുതിയ സിലബസിൽ എന്ത് ചെയ്യുക, ആ 20 മാർക്കും ഫുള്ള് ഫിസിക്സും കെമിസ്ട്രി മാത്രമായി മാറാം. അതൊക്കെ നമ്മുടെ ഡിപ്പെൻസ് ആണ്. എന്നാൽ പോലും നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴേ പ്രിപ്പറേഷൻ തുടങ്ങാം. പിന്നെ എക്സാം അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ ആ PDF നോക്കിയാൽ മനസ്സിലാവും. ജസ്റ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് വരുന്ന എന്നാ, ഇതാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ. ഇതില് ലാസ്റ്റ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ഇതാ. ഇത് പുതിയ നോട്ടിഫിക്കേഷൻ വന്നത് 2024
ജൂലൈ 30-നാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ 4/9/2024. അത് മാറിപ്പോണ്ട, ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാം, സമയമുണ്ടല്ലോ. അപ്പൊ 4-ാം തീയതി സെപ്റ്റംബർ 4-നാണ് ഇതിന്റെ കാലാവധി തീരുന്നത്. പ്രത്യേകം നോക്കുക. അതുപോലെ ഈ കാറ്റഗറി നമ്പർ 233/2024. ഓക്കെ. പിന്നെ കൊടുത്ത പോലെ തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഏതിലാ? ഫിംഗർ പ്രിന്റ് ബ്യൂറോയിലാണ് വരുന്നത്. സാലറി സ്റ്റാർട്ടിങ് തന്നെ എത്ര വരുന്നുണ്ട്? 43,400 മുതൽ 91, ഏകദേശം 1 ലാഖിന്റെ അപ്പോ പ്രതീക്ഷിക്കാം. കാരണം എന്തായാലും ആ സമയം നമ്മൾ ഒരു പ്രൊമോഷൻ കിട്ടി, നല്ല പോസ്റ്റ് തന്നെ ആവും. പിന്നെ വേക്കൻസി ഇതിൽ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തായാലും അത്യാവശ്യം പോസ്റ്റുകൾ ഞാൻ പറയുന്നു ഒരു 20 to 30 എന്തായാലും പ്രതീക്ഷിക്കാം. കാരണം അത് കാരണം ഒരുപാട് വേക്കൻസി, കാരണം നമ്മുടെ ജനസംഖ്യ കൂടി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെ ക്രൈം റേറ്റും സ്വാഭാവികമായിട്ടും അതിന് ആനുപാതികമായിട്ട് ക്രൈം റേറ്റും കൂടും. അപ്പൊ എന്താണെങ്കിലും ഈ വിരലട വിദഗ്ധരന്മാർ ആവശ്യമില്ലേ? അല്ലാണ്ട് വെറുതെ നമുക്ക് പോയി ഒരാളെ കുറ്റവാളിയാക്കാൻ പറ്റുമോ? അത് തെളിയിക്കണം. കോർട്ടിന് മുമ്പ് അല്ലെങ്കിൽ കോടതിന് മുമ്പിൽ തെളിവുകളാണ് വേണ്ടത്. ഈ തെളിവ് സംഘടിപ്പിക്കൽ ആരാണ്? ഈ ഇതേപോലെ സയന്റിഫിക് ഓഫീസർമാരും അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർമാരുമാണ്. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് കോൺസ്റ്റബിൾ പോയി തപ്പാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അത്രയും നല്ല ഗ്ലാമർ പോസ്റ്റ് ആണ്. എന്നാ പോലീസുകാരെ ബാഡ്ജും കിട്ടി പക്ക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ വർക്ക് ചെയ്യാം. അതുപോലെ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച്, ഈ ക്വാളിഫിക്കേഷനുള്ള ആളുകളെ സംബന്ധിച്ച് നല്ലൊരു പോസ്റ്റ് ആണ്. കാരണം ഈ ചുരുങ്ങിയ ഒരു 20-28 വയസ്സിനുള്ളിൽ ജോലി കയറുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു സ്റ്റാൻഡേർഡ് പോസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റിട്ടയർഡ് ചെയ്യാനും പറ്റും. ഓക്കെ. അപ്പം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആരും മിസ്സാക്കണ്ടെന്ന് അറിയിക്കാണ്. ഇനി വേറെ എനിബഡി എന്തെങ്കിലും ഡൗട്ടുകൾ? എനിബഡി? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രത്യേകം നോക്കുക. വെറും 18 മുതൽ 36 ഏജ് ലിമിറ്റ്. BSc ഫിസിക്സ് കെമിസ്ട്രി വേണം. പക്ഷെ പ്രത്യേകം നോക്കേണ്ട കാര്യം ഈ ഒരു കാര്യം, അത് ആരും മറക്കണ്ട. ഡിസ്റ്റന്റ് വിഷൻ വേണ്ടത് 6-ൽ 6 ഫുൾ വിഷൻ തന്നെ വേണം 2 കണ്ണിനും. അതുപോലെ നിയർ വിഷൻ, അടുത്ത സമീപ കാഴ്ച വരേണ്ടത് 0.5 സ്നെല്ലാണ്. അതും പ്രത്യേകം നോക്കുക. ഓക്കെ. പിന്നെ ഇതതിന്റെ മറ്റേ ഈക്വലൻ അതൊക്കെ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു കാര്യം ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 4. അത് 4-ാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യാം. ഇനി ആർക്കും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയൂ. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആണെങ്കിൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. നിർബന്ധം പറയണമെന്നില്ല. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എമൗണ്ട് ഒക്കെ റീഫണ്ടബിൾ ആണ് കേട്ടോ. അതുപോലെ അതായത് നിങ്ങൾ ക്ലാസ്സുകൾ നേരെ ചൊവ്വേ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീഫണ്ടിന് അപേക്ഷിക്കാനൊക്കെ പറ്റും. അതും കൂടെ പറയാലോ. അതായത് നിങ്ങളുടെ ക്യാഷ് പോയിന്ന് ആരും പേടിക്കൊന്നും വേണ്ട. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ. അപ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം പറയൂ. ഓക്കെ. എനിബഡി എന്തെങ്കിലും ഡൗട്ടുകൾ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി അടുത്ത ക്ലാസ് ഇതിന്റെ സിലബസ്, അല്ലെങ്കിൽ സിലബസ് നമുക്ക് ഇല്ലാത്ത കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ മുൻ വർഷ ചോദ്യം എന്ത് ചെയ്യാം, ഒന്ന് ബ്രീഫ് ഔട്ട് അല്ലെങ്കിൽ ഡീകോഡ് ചെയ്യാം. അടുത്ത ക്ലാസ് ഉണ്ടാവുക നോർമൽ ക്ലാസ്. ഇന്ന് ജസ്റ്റ് ഈ ഓർമ്മ ഇട്ടിട്ട് ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ബേസിക് കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന്റെ ഹിസ്റ്ററി മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഡയറക്റ്റ് സബ്ജക്റ്റിനെ ഡീറ്റെയിൽ സിലബസ് പറഞ്ഞിട്ടില്ല, കാരണം വരാത്തത് കൊണ്ടാണ്. ഇനി എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഉടനെ ആ ഒരു വീഡിയോ ഡീകോഡ് അല്ലെങ്കിൽ എന്താ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ എന്ത് ചെയ്യും, ചെയ്യുന്നതായിരിക്കും അറിയിക്കാണ്. അപ്പം ഇതുവരെ ശ്രമിച്ച ആളുകൾ, അതുപോലെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ 2 നമ്പറുകളിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. 9746987984 അല്ലെങ്കിൽ 9539438010. ഈ നമ്പറുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. വിളിക്കരുത് എന്ന് പ്രത്യേകം അറിയിക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇടാം. ടെലിഗ്രാമിലൊക്കെ നീൽസ് അക്കാദമി എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും. ഓക്കെ. യൂട്യൂബ് ചാനലുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ചെയ്യാം, നിങ്ങൾ ഇഷ്ടം പോലെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിബഡി? അപ്പോ ഡൗട്ട് ഇല്ലാന്ന് വിശ്വസിക്കുന്നു. സോ ഇതുവരെ ക്ലാസ് കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. സോ താങ്ക് യു സോ മച്ച്.